ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഇപ്പോഴും ചെയ്തത് എനിക്ക് അത്ര ഒട്ടും ഇഷ്ടമുള്ളൊരു സ്ക്രിപ്റ്റ് ഒന്നും അല്ലത്. ഇപ്പൊ സജിനും അതറിയാവുന്ന കാര്യം തന്നെയാണ്, സംവിധായകന്. അത് വായിച്ചപ്പം ഞാൻ ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സിനിമ കാണാനുള്ള ഇതുപോലും വന്നിട്ടില്ല എപ്പോഴും. എന്റെ ഒരു തരം, ഞാൻ കാണുന്ന ടൈപ്പ് സിനിമയല്ല. അപ്പം അഭിനയിച്ചത് കൊണ്ട് ഞാൻ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ കാണുള്ളൂ. അപ്പം എന്റെ തരം ഒരു സിനിമയല്ല, അതിന്റെ ട്രീറ്റ്മെന്റിലും അല്ല, കഥയിലും അല്ല. അപ്പം എനിക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് സജിനോട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു നടിയോ നടനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കണമല്ലോ അത് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുന്നു പറഞ്ഞു. അതിന്റെ ഡയറക്ടർ സജിൻ വേറെ ആളുകളെ തപ്പിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിരിയാണിയിലെ ഖദീജ എന്ന കഥാപാത്രം ആദ്യമായിട്ട് ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത്, ആ ഒരു കഥാപാത്രം എന്താണെന്ന് കനി മനസ്സിലാക്കുന്ന സമയത്ത് കനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊരു സ്റ്റേറ്റ് അവാർഡിലോട്ട് പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും എന്നെപ്പോഴെങ്കിലും കനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഇപ്പോഴും ചെയ്തത് എനിക്ക് അത്ര ഒട്ടും ഇഷ്ടമുള്ളൊരു സ്ക്രിപ്റ്റ് ഒന്നും അല്ലത്. ഇപ്പൊ സജിനും അതറിയാവുന്ന കാര്യം തന്നെയാണ്, സംവിധായകന്. അത് വായിച്ചപ്പം ഞാൻ ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ആ സിനിമ കാണാനുള്ള ഇതുപോലും വന്നിട്ടില്ല എപ്പോഴും. എന്റെ ഒരു തരം, ഞാൻ കാണുന്ന ടൈപ്പ് സിനിമയല്ല. അപ്പം അഭിനയിച്ചത് കൊണ്ട് ഞാൻ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ കാണുള്ളൂ. അപ്പം എന്റെ തരം ഒരു സിനിമയല്ല, അതിന്റെ ട്രീറ്റ്മെന്റിലും അല്ല, കഥയിലും അല്ല. അപ്പം എനിക്കത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് സജിനോട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു നടിയോ നടനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കണമല്ലോ അത് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുന്നു പറഞ്ഞു. അതിന്റെ ഡയറക്ടർ സജിൻ വേറെ ആളുകളെ തപ്പിപ്പോയി. പിന്നെ ആൾക്ക് ഇഷ്ടമുള്ളവർ അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ആക്ടേഴ്സിന് ഇഷ്ടമുള്ളപ്പം സജിന് അവർ ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോ സജിൻ പിന്നെ വീണ്ടും എന്റെ അടുത്തേക്ക് തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ആരെയും കിട്ടുന്നില്ല. അത് മാത്രല്ല, ആൾക്ക് എന്തോ എന്നെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു ആദ്യമേ. അപ്പോ ഞാൻ പറഞ്ഞു സജിൻ, എനിക്ക് അങ്ങനെ ഒരു നടി എന്നുള്ള നിലയിൽ ഇപ്പം നമ്മൾ അങ്ങനെ ലീഡ് ക്യാരക്ടർ എന്നൊക്കെ വിളിക്കാമെങ്കിൽ ഞാൻ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഒരു സൈഡിൽ കൂടെ നോക്കിയല്ല. പക്ഷെ ഏതൊരു നടിക്കും നടനും ഒക്കെ എന്താ പറയാ, നമുക്കൊരു തുടക്കം, നടുഭാഗം, ഒടുക്കം എന്നൊക്കെ അത് ഇത്തിരി കുറെ ഉണ്ടല്ലോ. അപ്പോ അതിനകത്ത് ആലോചിക്കാനും കൺസിസ്റ്റൻസി നിലനിർത്തുക. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല സമയത്തു നിന്നൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആസ് ആൻ പ്രാക്ടീസ്, എക്സസൈസ് നമുക്കതൊരു അവസരമാണ്. അങ്ങനെ എനിക്ക് അത്ര അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് വന്ന ഒന്നോ രണ്ടോ അങ്ങനെ മുഴുനീള കഥാപാത്രങ്ങളിൽ 2 3 ആയിരിക്കും ഇത്രയും നാളുണ്ടായിരുന്നതിന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു സജിൻ, അത് മാത്രമാണ് എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം. എനിക്കൊരു അവസരം, ഒരു നടി എന്നുള്ള നിലയിൽ. പക്ഷെ എനിക്ക് ഇതിന്റെ കഥയോടോ ഇങ്ങനെ സിനിമ എടുക്കുന്നതിനോടോ ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ ഒരുപാട് വിയോജിപ്പുണ്ട്. അപ്പൊ സജിൻ പറയുന്നു, സജിൻ വളർന്നു വന്ന സജിന്റെ ചുറ്റുപാടുമുള്ള സാഹചര്യമാണ്. അപ്പം സജിന്റെ കൺവിക്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള പല കഥാപാത്രങ്ങളും ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള കഥയുടെയും ഭാഗമായിട്ടുണ്ട്. ഒരു നടി എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും അതൊരു പരിമിതിയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരിമിതിയാണോ അതൊരു ചലഞ്ചാണോ എന്നറിയില്ല. നമുക്ക് നമ്മൾ യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നതിന്റെ ഒരു ഭാഗമായി മാത്രം നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ? അതോ ഏതൊരു കഥ വരുമ്പോഴും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണോ? അതെനിക്ക് ഉള്ളിലുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ സംസാരങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇതിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പം സജിൻ ഞാനപ്പോ പറഞ്ഞു അഭിപ്രായ വ്യത്യാസത്തോടു കൂടി തന്നെ മുഴുവൻ വിയോജിപ്പും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ സജിന്റെയും ഒരു വിശാല മനസ്കതയാണ്. ഒരു സംവിധായകനും അഭിനയിക്കാൻ വരുന്നവർക്ക് കഥയോട് തീരെ താല്പര്യമില്ലാതെ അഭിനയിക്കുന്നു എന്ന് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. എന്നാലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. വളരെ ചെറിയ ക്രൂ, വളരെ സാമ്പത്തികമായിട്ട് അതിന്റെ പൈസയൊക്കെ വളരെ വളരെ കുറവാണ്. പിന്നെ എനിക്കും അന്ന് അത്രയാണെങ്കിൽ പോലും ആ ചെറിയ പൈസ കിട്ടിയാലാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതും ഉണ്ട് എന്റെ സാഹചര്യം. അപ്പൊ അതെല്ലാം കൂടി കൊണ്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പം അങ്ങനെ എനിക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഇതിന് അവാർഡ് കിട്ടും അങ്ങനത്തെ ഒരു രീതിയിലല്ല നമ്മള്. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെ വിചാരിക്കുന്നവർ എന്തോ മോശമാണെന്നല്ല, ഞാൻ എന്തായാലും അങ്ങനെ വിചാരിക്കാറില്ല. അപ്പം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കത് ഇതുപോലെ പറഞ്ഞ ഉടുപ്പ് മാറാനോ അല്ലെങ്കിൽ കോസ്റ്റ്യൂം വെക്കാൻ പോലൊരു സ്ഥലമോ ഒന്നും ഇല്ലാത്തൊരു വളരെ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പം നമുക്ക് സിനിമ എങ്ങനെയെങ്കിലും തീർന്നിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥയായിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിന് അവാർഡ് കിട്ടുമോ എന്നൊന്നും ആലോചിക്കാൻ ഒരു ചാൻസും ഇല്ല.
പിന്നെ സിനിമ കഴിഞ്ഞ് സജിൻ അതിന്റെ എഡിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ സജിൻ എന്നോട് പറഞ്ഞു, കനി എനിക്ക് കാണുമ്പം ഇതിന് അവാർഡൊക്കെ കിട്ടും എന്ന് തോന്നുന്നു കനിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സജിനോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന വലിയ ഇഷ്ടമല്ല. കാരണം ഒന്നാന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഇപ്പം ഇതുപോലെ ഞാനും സ്കൂളിൽ പഠിച്ച് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ സിനിമ കാണും ഒക്കെ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ചെയ്ത അവർക്കൊന്നും അല്ല സ്റ്റേറ്റ് അവാർഡ് ആണെങ്കിലും അല്ലെങ്കിൽ നാഷണൽ അവാർഡ് ആണെങ്കിലും ഒക്കെ കിട്ടുക. നമ്മളൊരിക്കലും മറ്റേ നടിയായിരുന്നല്ലോ അടിപൊളി, അല്ലെങ്കിൽ ഈ നടനായിരുന്നല്ലോ അടിപൊളി, പിന്നെ ഇവർക്ക് കിട്ടിയ. അപ്പൊ നമുക്ക് അങ്ങനെ ഇത് ഓരോരുത്തർക്കും തോന്നാമല്ലോ. അപ്പം എനിക്ക് പണ്ട് ഇങ്ങനെ ഈ അവാർഡ് കിട്ടുന്നതൊക്കെ എപ്പോഴും ഒന്നുകിൽ ഭയങ്കര കഠിനമായ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കഥാപാത്രം, അങ്ങനെ അവാർഡ് എപ്പോഴും കൊടുക്കുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഫുൾ ഉർവശിക്ക് മാത്രമാണ് അല്ലാണ്ട് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അതുകൊണ്ട് ഉർവശിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഷീ ഡിസേർവ്സ് ഇറ്റ്, സച്ച് ആൻ അമേസിങ് ആക്ട്രസ്. പക്ഷെ അല്ലെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച കഥാപാത്രം ചെയ്ത നടിക്കോ അല്ലെങ്കിൽ നടനോ ആണ് എപ്പോഴും അവാർഡ് കൊടുക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അല്ലല്ലോ, നമ്മളെ ഏത് ഭാഗം കിട്ടിയാലും ഭയങ്കര രസമായി ചെയ്ത ഒരാൾക്ക് കൊടുക്കണ്ടേ. ഇങ്ങനെ ഈ ഭയങ്കര ദുരിതം അഭിനയിക്കുന്ന ആളുകൾക്ക് എന്തിനാണ് അവാർഡ് കൊടുക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇതുപോലെയൊക്കെ അഭിനയിക്കാൻ പോയാൽ എനിക്കാണെങ്കിൽ അവാർഡ് കിട്ടും. ഞാൻ കുറച്ച് കാണുമല്ല, പക്ഷെ എനിക്കതൊരു കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എപ്പോഴും. അപ്പം അങ്ങനെ അവാർഡ് വലിയ സംഭവമൊന്നും അല്ല. പിന്നെ അത് എനിക്ക് കുറച്ച് ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ വിളിച്ചില്ലേ ഇതിന്, അത് എനിക്ക് അവാർഡ് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും കനി താഴെ കുറച്ച് മനുഷ്യന്മാര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. ഈ ഖനിക്ക് ഈ അഭിനയമാണ് കരിയർ എന്ന് തോന്നിയ ആ ഒരു നിമിഷം എപ്പോഴായിരിക്കും? അയ്യോ, അതൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ശരിക്കും ഞാൻ നാടകം കളിക്കുമായിരുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പണ്ടും വരുമായിരുന്നു. അപ്പം നാടകത്തിൽ നിന്നാണെങ്കിൽ ഒരു പൈസയും കിട്ടാറില്ല. അപ്പൊ 100 രൂപ 200 രൂപ പോലും കിട്ടില്ല, അന്നും കിട്ടില്ല. വെച്ചാൽ അങ്ങനെ ഒരു പൈസയേ ഇല്ല. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ വീട്ടിന്റെ ഉത്തരവാദിത്തം നോക്കാൻ ആവശ്യമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് കേരളത്തിലെ നാടകം, ഈ കണ്ടംപററി നാടകങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം കമലയിലാണോ പിന്നെ ആദ്യമായിട്ട്? അല്ലല്ല, അതിനു മുമ്പ് ഭഗവതജുഗം എന്ന് പറഞ്ഞിട്ടൊരു, അതൊരു സംസ്കൃത നാടകമാണ്. പ്രഹസനം, മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്ന എന്ത് പ്രഹസനമാണെന്ന് ചോദിക്കുന്നവരെ, പ്രഹസനം എന്ന് പറയുന്ന ഒരു ഫാഴ്സ്, പ്രഹസനം എന്ന് പറയുന്ന ഒരു നാടക ശൈലിയാണ്. അപ്പൊ അത് ഒരു കോമഡി ആണ്, സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന തന്നെ കോമഡിയാണ്. അത് കുറച്ച് ആധുനികവൽക്കരിച്ച് ചെയ്ത, അതായത് അത് മലയാളവും സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് ത്രൂ ഔട്ട് എല്ലാത്തിനെയും കളിയാക്കുന്ന ഒരു നാടകമാണ്. ഭഗവത് അജുഗം എന്ന് പറഞ്ഞാൽ സ്വാമിയും വേശ്യയും എന്നാണ് അതിന്റെ അർത്ഥം. അത് അതിനകത്ത് ഫുൾ കോമഡിയാണ്. അപ്പൊ അതാണ് ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര തമാശയ്ക്കും പിന്നെ സ്കൂളിലും അത്ര ഒരു കാര്യമായിട്ടൊന്നും എടുക്കുന്ന ആളുകളുടെ കൂടെ ഒന്നും അല്ല, എന്തൊക്കെ ഒരു രസമായിട്ട് ചെയ്തതാണ്. ഈ ഭഗവതജുഗമാണ് ആദ്യമായിട്ട് ചെയ്തത്. അത് ഒരു ഈ പറഞ്ഞ പോലെ കോമഡിയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം മറന്നുപോയി. അങ്ങനെ അപ്പൊ എനിക്ക് അങ്ങനെ അഭിനയത്തിനോട് പാഷൻ ഒന്നും തോന്നിയിട്ടില്ല. നാടകത്തിന്റെ അടുത്തൊരു സന്തോഷം, നാടകക്കാരുടെ കൂടെ ഇരിക്കാനും നാടകത്തിന്റെ സ്പേസിനോട് എന്തോ ഒരു ഇത് തോന്നിയിരുന്നു. കാരണം അത് എനിക്ക് എന്നെ ബെറ്റർ ആക്കാൻ, ഒരു വ്യക്തിപരമായിട്ട് ഒരു റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പോലെ തോന്നിയത് കൊണ്ട് എപ്പോഴും എനിക്ക് തോന്നി എന്ത് ജോലി ചെയ്താലും നാടകമൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതമാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ സമയം നാടകം ചെയ്ത് അവസാനം വേറൊന്നും പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു സമലത്താവുകയും പിന്നെ നാടകം പഠിക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ആയി. അവസാനം നമുക്ക് ശരിക്കും വീട്ടിൽ നിന്നും നമ്മൾ പൈസ എടുക്കരുത്, ഇനി നമ്മൾ അകത്താൻ നിൽക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പം സിനിമയിലൊക്കെ അതിനു മുമ്പ് സിനിമയെ വിളിക്കുമ്പോൾ ഞാൻ പോത്തേയില്ലായിരുന്നു. അപ്പൊ ഒരു ഗതികെട്ട് ഇനിയിപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ച് വല്ല പൈസ ഉണ്ടെങ്കിൽ 5-6 മാസം വാടക കൊടുക്കാം, പിന്നെ അതിനെ പറ്റി ആലോചിക്കണ്ട, ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുള്ളത്. അപ്പോഴും ഒന്നും ഈ ആക്ടിങ് അഭിനയിക്കുമ്പോൾ ഭയങ്കര ഒരു എന്തോ സന്തോഷം അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ഡാൻസ് കളിക്കാനാണ് കുറച്ചും കൂടെ അങ്ങനെ സന്തോഷം തോന്നിയിട്ടുള്ളത്. അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു അഭിനയിക്കുന്ന രസം ഉണ്ടല്ലോ ഒരു കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ടാണ് ആദ്യമായിട്ട് തോന്നാൻ തുടങ്ങിയത്. അങ്ങനെ അതിനോടൊരു പാഷൻ ആ രീതിയിൽ വന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ കരിയർ എന്നുള്ള തരത്തിൽ പറഞ്ഞാൽ അതിന് മുമ്പേ ഉണ്ട്. കാരണം നീ പറഞ്ഞ പോലെ എനിക്ക് കരിയർ ഇൻ ദ സെൻസ് നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ആ രീതിയിൽ കരിയറായിട്ട് അഭിനയത്തിനെ എടുത്തു. കാരണം നമ്മളത് ചെയ്തു തുടങ്ങിയപ്പം അത്യാവശ്യം വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് പൈസ കിട്ടുമല്ലോ, ആ രീതിയിൽ. എന്നാ പിന്നെ ഇനിയിപ്പോ വേറൊന്നും പഠിക്കാൻ അറിഞ്ഞോളാം, ബാക്കിയൊക്കെ മറന്നുപോയി സ്കൂളിൽ പഠിച്ചിരുന്നു, ആ ഒരു രീതിയിൽ കരിയറായിട്ട് പറയാൻ.
ഓക്കെ കനി നോഷൻ എന്ന് പറയുന്ന ഒരു ഇത് ചിത്രം ചെയ്തിരുന്നു. അപ്പൊ അതിൽ പത്മ അയ്യറായിട്ട് വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും സ്റ്റഡീസ് കനി നടത്തിയിട്ടുണ്ടായിരുന്നോ? ഏതാ ഷോർട്ട് ഫിലിം ആണോ നോഷൻ? സ്റ്റഡിയോ? ദൈവം, എന്നെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇല്ല, അതൊരു മെയിൽ നേഴ്സായിട്ടുള്ള ഒരാളാണ് അതിന്റെ ഡയറക്ടർ. അപ്പം ജോൺ ആൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയ ആള് ചെയ്തൊരു ഇതാണ്. അപ്പം അധികമൊന്നും ഞാൻ അതിനു വേണ്ടി പണിയൊന്നും എടുത്തിട്ടില്ല. ഒരു വർക്ക്ഷോപ്പ്, ഞാൻ ഒരു അഭിനയം പഠിക്കാൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അത് അഭിനയിക്കാൻ പോയത്. അപ്പം അത് പക്ഷെ ഈ കഥാപാത്രത്തിനെ ചിലപ്പോൾ സഹായിച്ചേക്കാം. അല്ലാതെ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സിനിമയിലൊന്നും ക്യാമറയുടെ മുമ്പിൽ ഇതുവരെ എനിക്കൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുത്ത് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും അതെ, നാളെ ഒരു ക്യാരക്ടർ ഉണ്ട്, കനി വരുമോ, അപ്പൊ നമ്മൾ അയ്യോ എത്ര പൈസ കിട്ടും ചേട്ടാ, അത് 3 ദിവസത്തേക്ക് ഇത്ര, എന്നാ പിന്നെ പോവാം, അങ്ങനത്തെ രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഈ സ്റ്റഡി, ഇപ്പൊ ഈവൻ ബിരിയാണി ഖദീജ ആണെങ്കിൽ പോലും അവസാന നിമിഷമാണ് ചെയ്യാന്ന് തീരുമാനിക്കുന്നതും. അങ്ങനെ ഒരിക്കലും ഒരു സമയം കൊടുക്കാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് എനിക്ക് ഓരോ സാധനത്തിന് പറ്റിയിട്ടുണ്ട്, വേറെ ഒന്നിനും പറ്റിയിട്ടില്ല. അങ്ങനെ ബാക്കി നാടകത്തിന് മാത്രമാണ് അങ്ങനെ സമയം കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ ഈ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇതൊന്നും വായിക്കുന്നതിന് മുമ്പ് വെറുതെ നമ്മളിങ്ങനെ ജീവിക്കുന്ന ദിവസം എന്നെ കൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ഏകാഗ്രത നിലനിർത്താനും അല്ലെങ്കിൽ അങ്ങനത്തെ ചില എന്റേതായ ചില പ്രാക്ടീസുകളുണ്ട്. പക്ഷെ അതൊരിക്കലും ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ളതിനായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക്. അപ്പൊ ഇനിയും നാടകം വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും നാടകത്തിന്റെ അടുത്ത് പോകാനാണ് താല്പര്യമില്ല? സിനിമയെക്കാളും നാടകമാണോ ഇഷ്ടം? പ്രോസസ്, അതായത് നമ്മൾ നാടകം പെർഫോം ചെയ്യുന്ന ദിവസത്തിന് മുമ്പ് വരെയുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം ഞാൻ നാടകം തന്നെയാണ് ഇപ്പോഴും ആസ്വദിക്കുന്നത്. കാരണം സിനിമയിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴൊക്കെ ചില സിനിമകൾക്ക് ഒരാഴ്ച വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ 3-4 ദിവസം എന്നൊക്കെ പറഞ്ഞ് അതും ചില സീനുകൾ ഒരുമിച്ചുള്ളവർ മാത്രം, എല്ലാവരോടും ഒരുമിച്ച്, അങ്ങനെയൊക്കെ ചിലരിപ്പോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മാത്രമാണ് കാണുന്നത്, കോ ആക്ടറിനെ പോലും കാണുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ നാടകം നമ്മൾ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് വരെയും ഒരു ത്രൂ ഔട്ട് 1.5 മാസം അല്ലെങ്കിൽ 2 മാസം റിഹേഴ്സൽ ഉണ്ടാവും. ആ ഒരു പ്രോസസ് അതൊരു അങ്ങോട്ട് പൈസ കൊടുത്ത ആ പ്രോസസ്സ് കിട്ടിയെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അത്രയും അതാണ് രസം. പക്ഷെ സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള രസകരമായ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ അല്ലെങ്കിലും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ് സിനിമയ്ക്കും ഉണ്ടെങ്കിൽ സിനിമയും ഭയങ്കര രസമായിരിക്കാം. പക്ഷെ ഒരു നടി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും. അങ്ങനെ ഏതെങ്കിലും സിനിമ കിട്ടാത്തതായിട്ട് ശ്രദ്ധിച്ച് അത് തോന്നിയിട്ടുണ്ടോ? ആ ഒരു സിനിമ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച സിനിമകളുണ്ടോ? സിനിമയുടെ പ്രോസസ്സ് കേട്ടിട്ട് എനിക്കറിയില്ല. കാരണം ഇതുവരെ പ്രോസസ്സ് ഉണ്ടായിരുന്ന സിനിമകളെ പറ്റി തന്നെ ഞാൻ കേട്ടിട്ടില്ല. മലയാളത്തിലൊന്നും അങ്ങനെ ഒരു അറിയത്തില്ല. സിനിമ കാണുമ്പോ അതിനവര് പ്രോസസ്സ് ചെയ്തിരുന്നോ റിഹേഴ്സൽ ചെയ്തിരുന്നോ എന്ന് എനിക്കറിയില്ല. സിനിമ കാണുമ്പോ അങ്ങനെ പഴയ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇതിലൊക്കെ പത്മരാജന്റെ ചില സിനിമകൾ കാണുമ്പോ അല്ലെങ്കിൽ KG ജോർജിന്റെ ചില സിനിമകൾ കാണുമ്പോൾ അതിൽ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ബോയിങ് മഴ പെയ്യുന്നു മത്തളം കുട്ടുന്നു അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് അഭിനയം. എനിക്ക് സ്ലാപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് അന്നത്തെ ആർട്ടിസ്റ്റുകളുടെ എനർജി ഭയങ്കര രസമാണ്. അപ്പം അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ അങ്ങനെ തോന്നും. അല്ലെങ്കിൽ ഉർവശി അഭിനയിച്ച ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഇപ്പോ അടുത്ത കാലത്ത് എനിക്ക് ഈ ഈടയില് നിമിഷ ചെയ്ത ക്യാരക്ടറും മായാനദിയിൽ ഐശ്വര്യ അങ്ങനെ ചില ക്യാരക്ടേഴ്സ് കാണുമ്പം അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെ ചില ഇപ്പോഴത്തെ ചില സ്ത്രീ ക്യാരക്ടേഴ്സ് അങ്ങനെ തോന്നും. അല്ലാതെ സിനിമയുടെ പ്രോസസ്സ് അനുസരിച്ചിരിക്കും. അത് എനിക്ക് അറിയില്ല. സിനിമ നന്നായോണ്ട് പ്രോസസ്സ് നല്ലതായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അനുബ്രോ ഒരു മിനിറ്റ്, നമുക്ക് ഓഡിയൻസിലോട്ട് ഒന്ന് പോയിട്ട് വരാം. കാരണം നമുക്ക് മോഡറേറ്റേഴ്സ് അടുത്ത റൗണ്ട് വരുമ്പോൾ ചോദ്യങ്ങൾ വരും. നമുക്ക് 5 ഓഡിയൻസിലോട്ട് പോയി അവരുടെ ചോദ്യം എടുക്കാമെന്ന് തോന്നുന്നു. കനി നമുക്കൊന്ന് ഓഡിയൻസിലോട്ട് പോയിട്ട് വരാം. വെറൈറ്റി ചോദ്യങ്ങൾ ഓഡിയൻസിലോട്ട് പോവാന്ന് വിചാരിക്കുന്നു. ഓഡിയൻസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ഓൺ ആക്കുന്നുണ്ട്. ഓഡിയൻസിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടോ? ഒരാൾ വന്നിട്ടുണ്ട്. അരുൺ. ഒന്ന് മ്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് 5 പേരായി കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് PT ഓർഡറിൽ ചോദ്യങ്ങൾ ചോദിച്ചു പോകാം. ഹാൻഡ് റൈസ് ഓൺ ആക്കാണ്. ഒരു 5 പേരെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് കനിയോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് താല്പര്യമുള്ളവര് ജസ്റ്റ് ഒന്ന് കയറി വരാം. ഓക്കെ, ഓരോരുത്തരായിട്ട്
ചോദിക്കാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആമി, അമൃത, ആമി, അമൃത. ആമി, അമൃത. ഹലോ ഹലോ. ഹലോ. ഹായ് കനി. ഹായ് ഹായ്. ഇപ്പൊ കനി നേരത്തെ പറഞ്ഞല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് സിനിമയായിട്ടും കഥയായിട്ടും മേക്കിംഗ് ആയിട്ടും ഒക്കെ. അപ്പൊ ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു പക്വത അല്ലെങ്കിൽ അതിന്റെ ഒരു പാകപ്പെടൽ വരുന്ന ഒരു പ്രക്രിയ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഒരു സമയമൊക്കെയാണ് നീക്കി വെക്കാറുള്ളത്? ഒന്നും കൂടെ ചോദിക്കാമോ? അതായത് അഭിപ്രായ വ്യത്യാസമുള്ള സിനിമയ്ക്ക് ഇനി പ്രത്യേകം പാകപ്പെടൽ വേണമെന്നാണോ ചോദിക്കണേ? ഇപ്പൊ ബിരിയാണിയിലെ ഖദീജ എന്ന കഥാപാത്രം തന്നെ കനിയെ വെച്ച് നോക്കുമ്പോ ഒരു എക്സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു പാകപ്പെടൽ അതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഞാൻ എന്റെ വ്യക്തിപരമായ സ്വഭാവത്തിൽ നിന്നും വേറൊരു സ്വഭാവമുള്ള ആളാണ് ഖദീജ എന്നാണോ? അതാണോ ചോദിക്കണേ? അങ്ങനെയാണോ? അല്ല, അങ്ങനെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നിർബന്ധമില്ല. നമ്മുടെ വ്യക്തിത്വമായിട്ട് സാമ്യത ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണോ? അതെ, അങ്ങനെയല്ലേ എല്ലാരും അഭിനയിക്കുന്നത്, ഞാൻ മാത്രല്ല. എല്ലാവരും എന്താണെങ്കിലും നമ്മളായിട്ട് മാത്രം ചെയ്യുന്നതും അത്യാവശ്യം തരക്കേടില്ലത് ചെയ്താൽ ചില സമയത്ത് രസമായിരിക്കാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ നിരന്തരമായി ചെയ്യുമ്പോ അപ്പൊ അത് ബോറടിക്കും. ഇത് തന്നെയാണല്ലോ കുറെ നാളായിട്ട്. പിന്നെ ചില ആക്ടേഴ്സ് നമ്മൾ സെയിം അവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നും. ചിലപ്പോ അവര് സെയിം ആയിട്ട് തന്നെ അവരായിട്ട് തന്നെ എല്ലാ സിനിമയിലും അഭിനയിച്ചാലും അവരെ കണ്ടോണ്ടിരിക്കുമ്പം എന്തോ ഒരു ചാമിങ്, അവരെ കാണുമ്പം ഒരു രസം, അവര് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു രസം. പിന്നെ ചിലര് പെർഫോമേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. ഇപ്പൊ പപ്പു, അങ്ങനെ മാമുക്കോയ, അവരുടെ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ അവരൊരു പെർഫോമൻസ് തരും. അതാണ് അവരുടെ. അപ്പം ആക്ടേഴ്സിന് പല ക്വാളിറ്റിയുള്ള ആക്ടേഴ്സ് ഉണ്ടാവും, അതായിരിക്കും അവർ ചെയ്യുക. അപ്പം എനിക്ക് ആഗ്രഹം ഇതെല്ലാം ചെയ്യാൻ എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവും കേട്ടോ എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ നമുക്ക് എല്ലാം കയ്യിൽ ഒതുങ്ങണം എന്നില്ല. പാകപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എനിക്കൊന്നും അതായിരിക്കും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ പലതുണ്ട്. ചിലര് നമ്മൾ നിത്യജീവിതത്തിൽ ആളുകളെ ഒബ്സർവ് ചെയ്യുക, പിന്നെ നമ്മളെപ്പോഴും നടക്കുന്ന രീതി അല്ലാണ്ട് മാറി നടക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ. അപ്പം ഇതിന്റെ കൂടെ എല്ലാം വളരെ സ്വാഭാവികമായിട്ടുള്ള ഇമോഷൻസും വരണം. അപ്പം നമ്മളായിട്ട് തന്നെ കരയാനും നമ്മളായിട്ട് തന്നെ ചിരിക്കാനും എളുപ്പമായിരിക്കും. ഇനി വേറെ ഒരാളായിട്ട് ചിരിക്കാനും കരയാനും ഒക്കെ കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പൊ ഇതെല്ലാം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരം ഇത് ഒബ്സർവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കുക, ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു വർക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് ഇതിലേക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വർക്ക് വന്ന് കഥ വായിച്ച് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ആ പ്രത്യേക കഥാപാത്രത്തിനായിട്ട് വേണ്ടി നമുക്ക് 1 മാസമോ 2 മാസം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും തയ്യാറെടുക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. എപ്പോഴും അവസാന നിമിഷമാണ്, അടുത്ത ദിവസമായിരിക്കും ഷൂട്ട്, അപ്പോഴായിരിക്കും പോണേ. അപ്പൊ എന്ത് തയ്യാറെടുക്കൽ. അപ്പൊ അത്രയും നാള് ഞാൻ എന്റെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഞാനായിട്ട് നാടക സ്കൂളിലോ, അല്ലെങ്കിൽ ഞാനായിട്ട് പഠിക്കാനൊക്കെ പോറുണ്ട്. പരമാവധി എന്നും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ പഠിച്ച പലതിന്റെ മുതൽക്കൂട്ടായിരിക്കാം ഇവിടെ വരുന്നത്. അപ്പൊ എനിക്കിപ്പം ആമിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരാൻ ഒറ്റ ദിവസത്തിൽ പറയാമെന്നോ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയാമെന്നോ അല്ലല്ലോ പഠനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് പറയാറില്ല. നമ്മളെക്കാളും ദൂരെ നിൽക്കുന്ന കഥാപാത്രം എന്ന് വെച്ചാൽ എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ് ചെയ്യണേ. അതില് എനിക്കൊന്നും ഒട്ടും ചെയ്യാൻ പറ്റാറില്ല എന്നാ തോന്നിയിട്ടുള്ളത്. എത്ര എന്നെക്കാളും ദൂരെ നിൽക്കുന്ന ആളെ എഴുതി വെച്ചാലും അവസാനം ഞാൻ അഭിനയിച്ചു വരുമ്പോൾ എന്റെ പോലെ എന്തൊക്കെ ഇരിക്കുന്നു എന്നാണ് എനിക്കൊക്കെ തോന്നാറുള്ളത്. വളരെ റെയർ ആയിട്ടാണ്. നാടകത്തിൽ തോന്നാറില്ല. കാരണം നാടകത്തിൽ എനിക്ക് അതിന്റെ സമയം കിട്ടാറുള്ളതുകൊണ്ട് കുറച്ചും കൂടെ എന്നിൽ നിന്ന് വളരെ മാറി നിന്നിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നാറുണ്ട്. സിനിമയിൽ അങ്ങനെ പറ്റിയിട്ടില്ല ശരിക്കും. വളരെ ചില മൊമെന്റ്സ് അല്ലെങ്കിൽ ചില കഥയിൽ ചിലടത്ത് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ എന്നെ അറിയാത്തോണ്ടായിരിക്കും ചിലപ്പം എന്നെ പോലെ അല്ലാന്ന് തോന്നാൻ. എനിക്ക് എന്നെ കാണാം ഇതിലൊക്കെ. ചോദ്യത്തിന് മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ആളിലോട്ട് പോകാൻ തോന്നണു. ഗായത്രി. ഹലോ. ഹായ് കനി. ഞാൻ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഷെയർ ചെയ്തോട്ടെ. ഒരു 10 വർഷം മുമ്പ് ഞാൻ വെറുതെ ടിവിയില് ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരുന്നപ്പം ഷിക്കാർ സിനിമയില് ഒരു നക്സലൈറ്റിനെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന് ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. സോ ആ സീൻ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ. എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. പക്ഷെ അപ്പൊ ഗൂഗിളും സംഭവമൊന്നുമില്ല. എനിക്കിത് ആരാണ് നായിക എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അല്ല, ഐ മീൻ ആ ആക്ട്രസ് ആരാണെന്ന് കുറെ ചോദിച്ചു, ആർക്കും അറിയില്ല. അത് കഴിഞ്ഞ്
പിന്നെ വനിതയെന്ന് ഒരു ഇന്റർവ്യൂ അങ്ങനെ ഒരു പേര് കിട്ടി, കുസൃതി എന്നൊരു പേര് കിട്ടി. പിന്നെ കിട്ടുന്ന കുറെ എന്തൊക്കെയോ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഞാൻ കുറെ തപ്പി. അങ്ങനെ ഒരു 10 വർഷമായിട്ട് തന്നെ ഞാൻ താങ്കളുടെ ഭയങ്കര ഒരു ഫാനാണ്. സോ ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ്. എന്താ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ആ ഒരു എന്താ വാട്ട് എവർ. സോ ഇപ്പൊ അത് എല്ലാരും കാണുന്നുണ്ടെന്ന് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ ദ ക്വസ്റ്റൻ ഐ വാണ്ട് ടു ആസ്ക് ഇസ്, ഇപ്പോ മലയാളത്തിൽ നിന്ന് വിട്ട് ഹിന്ദിയിലോട്ട് കൂടെ ഇപ്പം വർക്ക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ലൈക് റീസെന്റ് ഞാൻ ഓക്കെ കമ്പ്യൂട്ടറിന്റെ എപ്പിസോഡ്സ് കുറച്ച് കണ്ടിരുന്നു. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജോൺറ, ഒരുമാതിരി കുറച്ച് അബ്സേർഡ് കോമഡി ഒക്കെ ആയിട്ട്. സോ ആ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആസ് ഒപ്പോസ് ടു മലയാളം ഇൻഡസ്ട്രി? ആൻഡ് അതിനെ കുറിച്ച് പറയാം. പ്രൊഫഷണൽ സൈഡ്, അതായത് നമ്മുടെ ലോജിസ്റ്റിക്സ്, പ്രൊഡക്ഷൻ, നമുക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മൾ പൈസ പറയാൻ പറ്റുക, നമ്മുടെ വണ്ടി വരിക, നെഗോഷിയേറ്റ് ചെയ്യുന്ന ഈ റെമ്യൂണറേഷന്റെ കാര്യത്തില്, പേയ്മെന്റിന്റെ കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ജെൻഡർ ഇതൊന്നും ഇല്ലാണ്ട് ഒരു ആക്ടർ ആ ഒരു പ്രൊഫഷണൽ ഇടപെടുന്ന രീതി, അതൊക്കെ എനിക്ക് കൂടുതൽ ബോംബെയില് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കി തമിഴോ അല്ലെങ്കിൽ മലയാളമോ ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഏതൊരു പൊട്ട സിനിമയുടെ വല്ലത്തിന്റെയും അല്ലെങ്കിൽ ഒരു അത്ര നല്ല വലിയ അഡ്വർടൈസ്മെന്റിനോ ഒക്കെ പോയാൽ പോലും എല്ലാവരും എക്സ്ട്രീംലി പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മളോട് ഇടപെടുക. നമ്മളിങ്ങനെ ഇത് ഒരു കാര്യം പറയാൻ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഒരു വണ്ടിക്കൂലി ചോദിക്കാൻ പോലും നമുക്ക് അപ്പൊ പ്രൊഡക്ഷൻകാർ അത് നെഗോഷിയേറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഓടുക. ആ കാര്യത്തിൽ ബോംബെ ഭയങ്കര വളരെ എന്താ പറയാ നല്ല ഒരു രീതിയാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇതാണ് കുറച്ചും കൂടെ, എനിക്ക് കൂടുതൽ, ഞാൻ മലയാളി ആയതുകൊണ്ടാണോ അറിയില്ല, രസകരമായ കാര്യങ്ങൾ കൂടുതൽ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ കുറച്ചും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ആലോചിക്കണം എന്നൊക്കെ തോന്നുന്ന കുറെ കാര്യം മലയാളികളുടെ ഇടയിൽ ക്രിയേറ്റീവ് സ്ഥലത്ത് കുറച്ചുകൂടെ രസകരമാണ് മലയാളികളെന്ന് തോന്നി. പക്ഷെ ഈ പ്രൊഫഷണലിസം, ഒരു സർട്ടൺ എത്തിക്സ് നമ്മൾ വെക്കണം ഒരു പ്രൊഫഷണൽ സ്പേസ് ആയിരിക്കുമ്പോൾ. ചുമ്മാ അനാവശ്യമായിട്ടുള്ള കമന്റ് അടിക്കുക അല്ലെങ്കിൽ തമാശ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ബോംബെയിൽ വളരെ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കാം അവിടെയും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്കങ്ങനെ ഒരുപാടൊന്നും ഇല്ല, ഉള്ളതിൽ തോന്നിയ ഒരു 3-4-5 ഹിന്ദി പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ അത്ര അതില് ഈ കാര്യത്തിലാണ് അവർ വളരെ മുന്നിൽ എനിക്ക് തോന്നി. എക്സ്ട്രീംലി പ്രൊഫഷണൽ ആണ്, അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഗായത്രി. കാരണം അതിലെനിക്കൊരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മലയാള സിനിമയില് ഇപ്പൊ ബോംബെ പറഞ്ഞു, മലയാള സിനിമയിൽ തന്നെ ഒരു പുരുഷ മേധാവിത്വം ഭയങ്കര കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോന്നോ? അതായത് ബാക്കിയുള്ള മേഖലകളിലുള്ള പോലെ തന്നെ ബാക്കി ഒരുപാട് മേഖലകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷ മേധാവിത്വം പല മേഖലകളിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലും അങ്ങനെ ഒരു പുരുഷ മേധാവിത്വം എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടല്ലോ, എന്തായാലും ഉണ്ടല്ലോ. ഇപ്പൊ നോക്ക്, പേയ്മെന്റ് പോലും ഒരേ ഇതല്ല. ഒരേ സ്ത്രീകൾക്ക് സെയിം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പേയ്മെന്റ് ഭയങ്കര വ്യത്യാസമാണ്. അത് നടന്മാർക്ക് മാത്രമല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരാണെങ്കിലും സ്ത്രീകൾക്ക് പേയ്മെന്റ് വളരെ വളരെ കുറവും. അവിടെ നിന്ന് ഫിനാൻഷ്യലി തന്നെ അത്രയും എക്സ്ട്രീം ഡിസ്പാരിറ്റി കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ബാക്കി പവറും ഒക്കെ ഇതിൽ നിന്നാണല്ലോ വരണേ. അപ്പം ഉറപ്പായിട്ടും ഉണ്ട്. അതിപ്പോ ഞാനിരുന്ന് പറയേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുണ്ട്. ചില ടീമിൽ മാറ്റമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഇതിനെ പറ്റിയൊക്കെ അവെയർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ അവരെടുക്കുന്ന സിനിമയിൽ ആ ഒരു സ്പേസിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇടപെടലും അത്തരം ഒരു ജെൻഡർ ഇക്വാലിറ്റി കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മലയാളത്തിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് അരുണിലോട്ട് പോകാം. അരുൺ. ഹായ് കനി. ഹലോ, എന്റെ പേര് അരുൺ, തിരുവല്ലയാണ് സ്വദേശം. ഞാൻ ആദ്യമായി ഒരു ഹൃദയം നിറഞ്ഞ അഭിനന്ദനം പറയുകയാണ് അവാർഡ് കിട്ടിയതിനകത്ത്. ഞാൻ ഒരു കാരണം വെച്ചാൽ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം നിങ്ങൾ ഓൾറെഡി ഒരു പാർഷ്യലി നിങ്ങൾ ആൻസർ ചെയ്തു കേട്ടോ, ഒന്ന് പാർഷ്യലി ആൻസർ ചെയ്തു. പക്ഷെ എന്നാലും ഞാൻ ഇച്ചിരി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. കാരണം ഒന്ന് മുഴുവൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ കൂടുതലും താല്പര്യപ്പെടുന്നത് ഈ അതായത് സംസാരം കുറഞ്ഞ സിനിമകളുണ്ടല്ലോ, ഈ ആർട്ട് സിനിമകൾ നമ്മൾ പറയുന്നത്, അതിനെ അധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആൻസർ പറഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ അങ്ങനത്തെ സിനിമകൾ ആസ്വദിക്കുന്ന ഒരാളാണ്.
അതൊരു ഞങ്ങളുടെ ബ്ലഡ് ആയിരിക്കും കേട്ടോ. മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജീവ്നാഥിന്റെ അനിയനാണ് ഞാൻ. അതിന്റെ ഒരു അയ്യോ എഫക്റ്റ് ആയിരിക്കാം. അതിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. ഞങ്ങളുടെ ബ്ലഡിൽ അത് ആസ്വദിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കാം. ഞാൻ ഓക്കെ ഏറ്റവും കൂടുതൽ വിമർശനപരമായിട്ട് അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയാണ് ബിരിയാണി. ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസംസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അതൊന്ന് കാണണം തോന്നി. അത് കണ്ടു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് യു ആർ നോട്ട് ആക്ടിങ്, അതിനകത്ത് ശരിക്കും നിങ്ങൾ ജീവിക്കായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആകെ ഞാൻ ഇതിനെ ടോട്ടലി ഞാൻ ഇതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യേണ്ടെന്ന് പോയതാണ്. പക്ഷെ ഞാൻ ഈ സിനിമ കണ്ടിട്ട് ആദ്യം ചെയ്തത് എന്റെ ഭാര്യയോട് ഇത് കാണണമെന്ന് പറയുകയും എന്റെ എല്ലാ സ്ത്രീ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നിങ്ങൾ ഇത് കാണണമെന്ന് പറയുകയും അവരെല്ലാം എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാനത് അവർക്ക് ക്ലൈമാക്സ് എന്ന്, കാരണം സിംബോളിക് ക്ലൈമാക്സ് ആണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ മറ്റൊരു സ്ത്രീ സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ഇതെഴുതി, ഒരു എന്താ പറയുക, ഒരു റിവ്യൂ എഴുതി ഇടുകയും ചെയ്തു കേട്ടോ എന്റെ പേജിൽ. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് വിട്ടിരുന്നു. അതിനകത്ത് സത്യം പറഞ്ഞാൽ സജിൻ എന്റെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നപ്പം ഒരു ചോദ്യം ചോദിച്ചു. പക്ഷെ സജിനും അതിന്റെ ഉത്തരം അറിയില്ല. അത് കനി തന്നെ പറയുമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ മൈത്രാന്റെ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനഃപൂർവ്വം കനിയെ വിളിക്കായിരുന്നു. ഇങ്ങനത്തെ അവസരം കിട്ടിയപ്പോഴും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരാം, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഒത്തിരി പേരുള്ളതല്ലേ. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഈ ഒരു ഇതിന്റെ തിരക്കഥയിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇച്ചിരി ക്ലിയർ ആയിട്ട് വന്നിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്ത്രീ തന്റെ വിരോധം തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആൻഡ് എനിക്ക് പെട്ടെന്ന് തോന്നി, പിന്നെ കനി അങ്ങനെ ഇഷ്ടപ്പെടാതെ ആ ബിരിയാണിയുടെ മേക്കിംഗ് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടാതെ എന്ന് ഞാൻ സ്വയം ആശ്വസിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ആശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഫെമിനിസ്റ്റിക് ചിന്താഗതിയും എക്സ്ട്രീം ലെഫ്റ്റ് ചിന്താഗതിയും ഉള്ള ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ വരുമ്പം ഇന്ന് സ്ത്രീകൾ, അതായത് ഭാര്യയെ സ്നേഹിക്കുന്ന സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഏതൊരു പുരുഷനും ഈ സിനിമയെ റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. ദേ വിൽ അക്സെപ്റ്റ് ദാറ്റ്. ആ കാരണത്തിൽ അത്രയ്ക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഖദീജ. ഞാൻ ഇത്രയും പെർഫെക്റ്റ് ഒരു എന്താ പറയുക, ഒരു റിവെഞ്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവിടെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് യോജിക്കാൻ പറ്റാതെ പോയ ഭാഗം അതിന്റെ എന്തായിരുന്നു? അതിന്റെ ഐഡിയോളജി വൈസ് ആയിരുന്നോ അത് വേറെന്തെങ്കിലും ആയിരുന്നോ? കാരണം സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ വിരുദ്ധത പറയുമ്പോൾ ഒരു പശ്ചാത്തലം എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എനിക്ക് ഒന്നൊന്നുമല്ല. ഇപ്പം സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒരുപാട് പേര് ഞാൻ വായിച്ചിരുന്നു. ഒരുപാട് പേർക്ക് അത് ഇസ്ലാമോ ഫോബിക് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കും അത് വായിച്ചപ്പോൾ എക്സ്ട്രീം ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും അങ്ങനെ വായിക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് ഞാൻ സജിനോട് ചോദിച്ചു. അപ്പൊ സജിൻ വരുന്നത് തന്നെ ഒരു മുസ്ലിം പിന്നോക്ക വിഭാഗത്തു നിന്നാണ്. സജിൻ വളർന്നു വലുതായി വീട് വിട്ട് പോയ ഒരാളൊക്കെയാണ്. അപ്പൊ സജിൻ പറഞ്ഞു കനിക്ക് അത് സജിന്റെ ജീവിതമാണ്, അപ്പൊ അയാൾക്ക് അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എത്രയായാലും ഉണ്ട്. അപ്പൊ എനിക്ക് അത് പോയിട്ട് നെഗറ്റീവ് ചെയ്തിട്ട് നിങ്ങളിത് പറയാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ള അവകാശമില്ല. അപ്പൊ അവിടെ ഞാൻ അതൊക്കെ ആസ് ആൻ ആക്ടർ എനിക്കത് തോന്നിയാലും സജിൻ അത് പറയാനുള്ള സജിന്റെ അവകാശത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഞാൻ അവിടെ അത് ചെയ്യാൻ പോണത്. ഇനി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നോക്കാനാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ സിനിമ പറയുന്നത് വളരെ ഒരു മെയിൽ ഗെയ്സ്, ആണുങ്ങൾ കാണുന്ന ചില കണ്ണുകളുടെ ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്. അത് എനിക്ക് എസ്തെറ്റിക്കലിയും കൂടെയാണ്, അല്ലാതെ പൊളിറ്റിക്കലി അതായത് എഴുതി വെച്ചിരിക്കുന്ന സീനുകളുടെ മാത്രമല്ല. ക്യാമറ എവിടെ വെക്കുന്നു, എന്ത് ആംഗിൾ വെക്കുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, എന്ത് ലെൻസ് ഉപയോഗിക്കണോ അങ്ങനെയൊക്കെ. അപ്പൊ അതില് ഷൂട്ട് ചെയ്തിരിക്കുന്നതില് രീതിയിൽ, അതിന്റെ എസ്തെറ്റിക് രീതിയിൽ എനിക്ക് അത് മെയിൽ ഗെയ്സ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് ഖദീജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇപ്പൊ പറഞ്ഞ റിവെഞ്ച് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ത്രീയുടെ ഏറ്റവും അമേസിങ് റിവെഞ്ച് ഒന്നും ആയിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് ചിലപ്പോൾ സജിന്റെ മനസ്സിലൊരു സ്ത്രീയുടെ, അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒക്കെ സ്ത്രീകളുടെ ആയിരിക്കാം. ഞാൻ അതിനെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല പറയണേ, പക്ഷെ എനിക്കതല്ല. അപ്പം അങ്ങനത്തെ കുറെ അപ്പം ഇതിപ്പോ ഞാൻ എണ്ണായിട്ട് പറയാൻ കുറെ കാര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് അത്ര ഒരു എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയൊരു സിനിമയൊന്നും അല്ല. എനിക്ക് അയ്യോ ഇത് ചെയ്യണ്ട, ഇത് ഞാൻ സജിനോട് പറഞ്ഞു, സജിൻ ഈ സിനിമ ഇറങ്ങിയാൽ ഞാൻ കാണാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ഓഡിയൻസിൽ പെടുന്ന ഒരാളല്ല ഞാൻ. അതെനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവാർഡ് സിനിമകൾ, എനിക്ക് അവാർഡ് സിനിമ അല്ലാത്ത സിനിമ എന്നുള്ള കാറ്റഗറിയും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത മോശം എന്ന് വിചാരിക്കുന്ന സിനിമകൾ, എനിക്ക് ഇഷ്ടപ്പെടാൻ നല്ലതെന്ന് വിചാരിക്കുന്ന സിനിമകൾ, ഇങ്ങനെ മാത്രമാണ് ഞാൻ കാണുന്നത്. അതില് എനിക്ക് ഇഷ്ടമല്ലാത്ത സിനിമ എസ്തെറ്റിക്കലിയും പൊളിറ്റിക്കലിയും ഒക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് അധികം ഇല്ലാത്തൊരു സിനിമയായിട്ട് ഞാൻ ബിരിയാണി കാണുള്ളൂ. അത് ആസ് എൻ ഓഡിയൻ ഇതിറങ്ങി ഇപ്പൊ ഞാനല്ല അഭിനയിച്ചത്, മറ്റൊരാൾ അഭിനയിച്ചാൽ ഞാൻ അങ്ങനെ ആയിരിക്കും അത് കാണുക.
അത് ഞാൻ സജിനോട് പറഞ്ഞിട്ടുണ്ട്. സജിൻ ഈ പറഞ്ഞ പോലെ വേറെ തരം ഓപ്പൺ മൈൻഡഡ്നെസ് ആസ് എ ഡയറക്ടർ ആൾക്കുള്ളതുകൊണ്ടായിരിക്കും. അതാ പിന്നെ എനിക്കൊരു ആക്ടർ എന്നുള്ള നിലയിൽ അതൊക്കെ ഉള്ളപ്പോഴും ഓക്കെ ഇത് ഞാൻ അഭിനയിക്കാൻ പോവാണ്, എനിക്കിപ്പോ ഇത് ആവശ്യമുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരു ചിലപ്പോൾ ഞാൻ ഇത്രയാണ് പഠിച്ചതിന്റെയോ പ്രാക്ടീസ് ചെയ്തതിന്റെയോ ആയിരിക്കാം. അല്ലാതെ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ 100% ആ കഥാപാത്രത്തിനെ വിശ്വസിച്ച് അതിനെ മനസ്സിലാക്കിയാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റൂ, അങ്ങനെയല്ല. എനിക്ക് ഒരിക്കലും കൺവിക്ഷൻ ഇല്ലാത്ത കഥാപാത്രവും ചെയ്യാൻ എന്റെ ക്രാഫ്റ്റ് ആക്കണം എന്നെ ആസ് ഒരു നടി എന്നുള്ള നിലയിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കണേ. അപ്പൊ അത് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആവണമെന്നില്ല, പക്ഷെ ചെയ്യാനെങ്കിലും മനസ്സ് അനുവദിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ആ സിനിമ എസ്തെറ്റിക്കലി പൊളിറ്റിക്കലി ഒക്കെ എനിക്ക് എന്റെ ഒരു കാഴ്ചയല്ല ആ സിനിമയ്ക്ക് എനിക്ക് തരാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അതെനിക്ക് നേരത്തെ ഇപ്പം വേറെ ഉപയോഗിച്ച അതേ കാറ്റഗറി ഞാൻ പറയാണ്. എനിക്ക് അവാർഡ് സിനിമയോ സ്ലോ ടൈപ്പ് സിനിമ ഇഷ്ടമല്ലാത്തതൊന്നല്ല. എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ടേഴ്സ് തന്നെയാണ് മൈക്കിൾ ഹാനക്കെയും ബലാത്താറും ഒക്കെ. ബലാത്താറിന്റെ അത്രയും സ്ലോ ആയിട്ട് ലോകത്ത് സിനിമ എടുക്കുന്ന വേറെ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ എസ്തെറ്റിക്കിനോടുള്ള പ്രശ്നമല്ല, പക്ഷെ ആ എസ്തെറ്റിക് അനുകരിക്കുമ്പോൾ അതേ അനുഭവം ഉണ്ടാവണം എന്നില്ലല്ലോ. ചിലർ ചിലപ്പോൾ അനുകരിക്കുകയാകാം, ചിലർക്ക് അത് അനുഭവമാകാം, ഒരു നല്ല അനുഭവം ആകാം. പക്ഷെ എനിക്കത് സ്ലോ ആയതുകൊണ്ടല്ല ഒരു കാര്യം നല്ല അനുഭവം ആവാതിരിക്കുന്നത്. അത് എനിക്കൊരു മീനിങ് ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്കല്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു അരുൺ ബ്രോ. ആൻഡ് ഞാൻ അർച്ചനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഓഡിയൻസ് പറയുമ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഒന്ന് ക്രിസ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേട്ടില്ല കനി, ലൈക്ക് ബ്രേക്ക് ആയിരുന്നു. ഞാനായിരിക്കും ചുരുക്കി പറയാൻ ഉദ്ദേശിച്ചത് താങ്ക് യു എന്ന് പറഞ്ഞതാ. ശരി. ക്വസ്റ്റ്യൻസിൽ കനിയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ തന്നെയാണ് കനി സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നത്. സോ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഷോർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കനിക്ക് കുറച്ചും കൂടി സംസാരിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള ടൈം കൂടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. കൊച്ചുമോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ മാം, നമസ്കാരം. ഹലോ. ഞാൻ ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത് ഈ മലയാളിക്കൂട്ടത്തോടാണ്. കാരണം ഈ കനിമാം ഇവിടെ അടുത്തൊരു ഷൂട്ടിന് വന്നപ്പോ മാം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പെട്ടെന്ന് മാമിനെ കാണാൻ വേണ്ടി പോയി. പക്ഷെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ അതിന്റെ പ്രൊഡ്യൂസറോട് സംസാരിച്ച് ഞാൻ ലൊക്കേഷനിലേക്ക് കയറിയിട്ട് മാമിനെ കാണാൻ മാമിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും മാം ബിസി ആയി പോയി, അടുത്ത ഷോട്ട് ഞാൻ എടുക്കാൻ പോയി. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അത് ടൊവിനോ ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മാം എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ചോദിച്ച പോലെ തന്നെ ഒന്നാണ്, മാം സെലക്റ്റീവ് ആണോ സിനിമയൊക്കെ എടുക്കുന്നതിൽ? സെലക്റ്റീവ് ആണോ ക്യാരക്ടർ? സെലക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നതനുസരിച്ചല്ലേ. എനിക്ക് അങ്ങനെ ഒരുപാട് സിനിമ കഥകളും അവസരങ്ങളും വരുന്ന ആളൊന്നും അല്ല. അപ്പൊ നമുക്ക് വരുന്നതിൽ ചിലത് ചിലപ്പോ നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. ശരിക്കും എനിക്ക് ഒട്ടും ചെയ്യാൻ തോന്നാത്ത സാധനത്തിനൊക്കെ ഞാൻ അഭിനയിക്കാൻ പോയിട്ടൊക്കെ ഉണ്ട് പലപ്പോഴും. അത് ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമ്മള് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഓക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നാൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ പലതരം മാനസിക അസുഖങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ഒക്കെയും ചിലപ്പം ഇത് വർക്ക് ചെയ്യാൻ പോകുന്നതായിരിക്കും നമ്മൾ ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് ഏറ്റവും കൺവിക്ഷനോടുകൂടി എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പാഷനോടുകൂടി അത് മാത്രം അങ്ങനെ വർക്ക് ചെയ്ത ഒരാളെ അല്ല നടി എന്നുള്ള നിലയിൽ ഇന്നേ വരെ ഞാൻ. അപ്പൊ സെലക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് ഇവിടെ എഴുതപ്പെടുന്ന എല്ലാ കഥകളും വായിക്കാൻ പറ്റുന്നു, എന്നിട്ട് അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നു. അങ്ങനത്തെ ഒരു അവസരം വന്നാൽ ചിലപ്പോൾ ഞാൻ സെലക്റ്റീവ് ആവും. അങ്ങനത്തെ ഒരു അവസരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ആവുമ്പോ സെലക്റ്റീവ് ആവും, ഇതുവരെ എന്തായാലും അല്ല. ഓക്കെ മാം. ഓക്കെ മാം, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? മാം, ഞാൻ ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആണ്. എനിക്കൊരു ഇന്റർവ്യൂ തരുമോ? ഇതിന്റെ ഇടയിൽ കൂടെ ഓണത്തിന്റെ ഇടയിൽ പുട്ട് വെച്ചോ. അത് ഏതെങ്കിലും വഴി കൂടെ എന്നെ കണ്ടുപിടിക്കൂ. ഓക്കെ, ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു കൊച്ചുമോൾ. അർച്ചന കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, അർച്ചന ചോദിച്ചോളൂ. ഹായ് കഞ്ചേച്ചി, എന്റെ പേര് അർച്ചന. ഞാൻ എറണാകുളമാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം തിയേറ്ററിൽ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി തിയേറ്ററിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം എനിക്ക് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. 2 ചെറിയ ചോദ്യങ്ങളാണ്.
ഒന്ന് ഈ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടക്കത്തിൽ എപ്പോഴെങ്കിലും ഈ സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ എന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വന്നാൽ നമുക്ക് അതിനെ എങ്ങനെ റിസോൾവ് ചെയ്തെടുക്കാം? അതായത് നമ്മുടെ മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതിനുള്ളൊരു ടിപ്പ് പറഞ്ഞു തരുമോ? എന്നോട് ഈ ചോദ്യം ചോദിക്കാനേ പാടില്ല. എനിക്ക് ചിരി വന്നിട്ട് പറ്റണില്ല. എന്റെ ദൈവമേ, എനിക്ക് സ്റ്റേജ് ഫിയർ ഒന്നും എന്റെ ജീവിതത്തിൽ പോകില്ല അർച്ചന. അത് എനിക്ക് ആർക്കും പോയിട്ടുള്ളത് അത് ഉള്ളവർക്ക് അവസാനം വരെ ഉണ്ട് എന്ന് മാത്രമല്ല, കൂടി വരാൻ വരെ ചാൻസ് ഉണ്ട്. പെർഫോമൻസിന് തൊട്ട് മുമ്പ് അയ്യോ എന്തിനാണാവോ ഞാൻ ഈ നാടകത്തിൽ വന്നത്, എനിക്ക് ഇതിനേക്കാളും വേദന ചത്താ മതിയായിരുന്നു, ഓഡിയൻസിനെ കാണുമ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാ മതിയായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അത് സ്റ്റേജ് ഫിയർ ഉള്ള എല്ലാവർക്കും ചിലർക്ക് ഇല്ലായിരിക്കും, ചിലർക്ക് മൈൽഡ് ആയിട്ടായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ആ ഉള്ള ആളുകൾക്കൊന്നും പോയ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. കുറയുന്നതായിട്ടും ചെറുതായിട്ട് കൂടുന്നതായിട്ടൊക്കെ കേട്ടിട്ടുള്ളൂ, ഇന്നേ വരെ പോയതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ ചില നാടകം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില നാടകം നമ്മൾ 500 1000 തവണയൊക്കെ കളിക്കുന്നവരുണ്ട്. ഞാൻ 1-2 നാടകം അങ്ങനെ 500 തവണയൊക്കെ കളിച്ചിട്ടുണ്ട്. ആ നാടകങ്ങള് നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്കിങ്ങനെ എന്തൊരു അതും അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും കളിക്കാന്ന് വെച്ചോളൂ, എല്ലാ മാസവും എപ്പോഴും കളിക്കുകയാണ്, എപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റേജ് ഫിയർ കുറച്ച് കുറയും. അത് കുറയണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഒരിക്കലും എനിക്കത് മുഴുവൻ ഇല്ലാണ്ട് ഇരുന്നിട്ടേ ഇല്ല. അയ്യോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരണ പോലെയൊക്കെ തോന്നാറുണ്ട്. അത് ശരി, ക്യാമറയുടെ മുമ്പിലാണ് എനിക്ക് ആക്ച്വലി കുറവ്. സിനിമയിൽ അത്രയും പേടി വരാറില്ല റോളിങ് ആക്ഷൻ പറയുമ്പോൾ. കാരണം നമുക്ക് അറിയാം അത് ശരിയായില്ലെങ്കിൽ വീണ്ടും ഇപ്പൊ തന്നെ എടുക്കും, നമുക്ക് വീണ്ടും വീണ്ടും അവസരം ഉണ്ടല്ലോ എന്നുള്ളൊരിതാണ്. എനിക്ക് തീരെ ഹിന്ദി അറിയില്ല കേട്ടോ. അപ്പൊ ഹിന്ദി ഇപ്പൊ 3-4 സാധനം ചെയ്യാമോ, അപ്പൊ ഹിന്ദി ഡയലോഗ് അറിയാത്തത് കൊണ്ട് സിങ് സൗണ്ട് ആണ്, അപ്പൊ നമുക്ക് ഡബിങ്ങും അല്ല, അപ്പൊ തെറ്റാൻ പാടില്ല. അപ്പൊ എനിക്ക് ചെറിയ പേടി വരും, അയ്യോ എന്തായിരുന്നു കാ കഴിഞ്ഞ് കെ ആണോ കീ ആണോ ഹേ ആണോ, എന്റെ ദൈവമേ. അപ്പൊ എനിക്കൊരു ടെൻഷൻ. കാരണം മുഴുവൻ സമയം മറ്റേ ഹിന്ദി പരീക്ഷയ്ക്ക് മുമ്പ് ഹിന്ദി പഠിക്കുന്ന ഞാൻ അയ്യോ ഡയലോഗ് മാത്രമേ ചിന്തിക്കാറുള്ളൂ. വളരെ ബോക്കാണ് ആ കാര്യത്തിൽ ഞാൻ. പക്ഷെ എനിക്ക് മലയാളത്തിൽ അങ്ങനെ ഡയലോഗ് പേടില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, പിന്നെ അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നുള്ളത്. ഹിന്ദി എനിക്ക് തീരെ അറിയാത്തതുകൊണ്ട് അങ്ങനെ തീരെ അറിയാത്ത ഭാഷ ഞാൻ ഒരിക്കൽ ഇതുപോലെ നാടകം ഫ്രഞ്ച് അല്ലെങ്കിൽ അങ്ങനെ അറിയാത്ത ഭാഷ ചിലപ്പോൾ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ ചെറിയൊരു കൂടുതൽ വേറൊരു ടൈപ്പ് പേടി വരും. അത് എനിക്കൊരു സുഖം തോന്നിയിട്ടില്ല. അല്ലാത്ത സ്റ്റേജ് ഫിയർ ശരിക്കും നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ പോവാറുണ്ട്. അർച്ചന ഇപ്പൊ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, തുടങ്ങിയുള്ളൂ എന്ന് പറയുന്ന നാടകം പെർഫോം ചെയ്ത് കുറച്ച് നാള്. അപ്പൊ പെർഫോമൻസ് ദിവസം അല്ലല്ലോ നമ്മൾ ചെയ്യുക, നമ്മൾ എപ്പോഴും റൺ ത്രൂ ഉണ്ടാവും, കോസ്റ്റ്യൂം റിഹേഴ്സൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനോട് അടുക്കാണ്. അപ്പൊ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ആ ഓക്കെ കോസ്റ്റ്യൂം ഇടുന്നു, അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 3-4 പേരെ വിളിച്ചിട്ട് ഒരു റൺ ത്രൂ ചെയ്യുന്നു. അപ്പൊ ചെറിയൊരു നമ്പർ ഓഡിയൻസ് ചെയ്യുന്നു. അപ്പൊ അതുമായിട്ട് നാടകം ഇവിടെ തുടങ്ങി കഴിയുമ്പോൾ പാകപ്പെടും. പിന്നെ നമ്മൾ ഇത്രയും ദിവസം റിഹേഴ്സൽ ചെയ്യല്ലേ, എല്ലാവർക്കും ആ ചെറിയൊരു ഫിയർ ഉണ്ടാവും. അത് നല്ലതാണ് ആ നെർവസ്നെസ്. ഒരു പരിധി കൂടുതലാവുണ്ടെങ്കിൽ അത് എനിക്കിങ്ങനെ ടിപ്പായിട്ട് പറയാനില്ല, എനിക്ക് ചെയ്ത് തന്നെയാണ് റിഹേഴ്സലുകൾ ചെയ്യുമ്പോൾ തന്നെ അത് മാറും. അപ്പം എപ്പോഴും ഒരാളെ എങ്ങനെ കാണാനിരുത്തുക, അപ്പൊ ചിലപ്പോൾ ആ കാണാൻ ആളുകൾ വരണോണ്ടുള്ള പേടിയാണെങ്കിൽ അത് മാറിക്കോളും. പിന്നെ പൊതുവെ നാടകം കളിച്ചു തുടങ്ങുന്നത് പൊയ്ക്കോളും. ഇന്നാളും ആദ്യമായിട്ട് നാടകങ്ങൾ കുട്ടികളുടെ കൂടെ ഒക്കെ ഞാൻ ഇടയ്ക്ക് കളിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതുപോലെ വേറൊരു പേടി വരും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു, പക്ഷെ അവരും പെർഫോം ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അങ്ങനെ പോകും. അതൊരിക്കലും അങ്ങനെ നിൽക്കില്ല. അത് മാത്രമല്ല ടിപ്പായിട്ടൊന്നും പറയാനില്ല. പിന്നെ പേടി പോകുന്ന പ്രതീക്ഷയില്ല, എനിക്ക് എന്തായാലും പോയിട്ടില്ല. അർച്ചനയ്ക്ക് പോവാണെങ്കിൽ ഭാവിയിൽ എനിക്ക് പറഞ്ഞു തരും ആ ടിപ്പ്. ശരി ചേച്ചി, സന്തോഷം. ജിതൻ, എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു കനി ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതല്ല. ഞാൻ അതുകൊണ്ടാണ് ഭയങ്കര മസ്റ്റൊക്കെ പിടിച്ച് ഫസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്തത്. ഇതിപ്പോ ഭയങ്കര ഫണ്ണിയായിട്ട്. അതെ, ഞാൻ ആക്ച്വലി നമ്മുടെ ഈ ഒരു കനിയുടെ സെഷന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് വെക്കണ്ട. കാരണം കനിയുടെ എനിക്ക് പേഴ്സണലി മീറ്റ് ദ എഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ കാണുന്നവരെ കനിയെ കുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇമേജ് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു ഇന്റർവ്യൂയോടുകൂടി പോയി. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ പല പല കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരണം, ചോദിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ചോദ്യമുണ്ട് കനി. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ജിതൻ, കനി ഇത്ര നേരം സംസാരിച്ചതല്ലേ, അപ്പൊ നമുക്കൊരു പാട്ടിലോട്ട് പോകാൻ. കനി 1-2 മിനിറ്റ് ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ അല്ലേ കനി? ഇനിയും എന്റർടൈൻ ആയിട്ട്
എന്താണ് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെ പറ്റിയൊന്നും. എനിക്ക് ചിരി വന്നിട്ട് പറ്റണ അയ്യോ ഇതിങ്ങനെ നമ്മൾ എല്ലാവരോടും ഇരുന്ന് പാട്ട് വെക്കോ? എന്താണ് സംഭവം? അല്ല പാട്ട് പാടുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ സ്ഥിരം. പാട്ട് പാടുന്നവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് പാടിപ്പിക്കും പ്ലീസ്. ഓക്കെ ഗ്രീഷ്മ. എന്തോ ഹായ് കനി, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇതുപോലെ ഇന്റർവ്യൂസ് കണ്ടപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ കനി ഭയങ്കര എന്താ ഷൈ ആയിരുന്നു, ഭയങ്കര നാണമായിരുന്നു. ഡ്രസ്സിംഗ് ആണെങ്കിലും വീട്ടിൽ പോലും ഭയങ്കര നാണമായിരുന്നു. അപ്പം അതിന്ന് ഇങ്ങനൊരു ഇങ്ങനെ ഇതുപോലൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ എന്തായിരുന്നു അപ്പോ ആ ഒരു കാലത്ത് മനസ്സിൽ? ഞാൻ ഗ്രീഷ്മയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഗ്രീഷ്മയ്ക്ക് അങ്ങനെ എനിക്ക് പറയുന്ന കാര്യം കുറച്ച് ക്ലാരിറ്റിയോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഗ്രീഷ്മയ്ക്ക് വയസ്സ് പറയണ്ട, എന്താണെങ്കിലും ഒരു 10 വർഷം മുമ്പ്, എന്തായാലും 10 വയസ്സുള്ളൊരു കുട്ടിയാണല്ലോ ഇത്, 20 വയസ്സിൽ അപ്പൊ ഞാൻ ചോദിച്ചാല് 10 വർഷം മുമ്പ് ഗ്രീഷ്മ ചെയ്യാൻ മടി തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഗ്രീഷ്മ ഇപ്പൊ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ മടി കൂടാതെ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ സംഭവം സ്ട്രൈക്ക് ചെയ്തത്. അല്ല അതുകൊണ്ടാണ്, പിന്നെ അതിന് ഞാൻ എന്ത് ഉത്തരം പറയണം? നമ്മളെല്ലാരും അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനെപ്പറ്റി ചിലര് ജീവിതത്തിൽ അത് തിരിച്ചറിയും. ആകെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർ ജീവിതത്തിൽ അത് തിരിച്ചറിയാറില്ല. നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ള പല സാഹചര്യം കൊണ്ട് അത് ചെയ്യാതെ ഇരുന്ന് ചിലപ്പോൾ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും ചിലർ അറിയുക, ചിലപ്പോൾ അത് അറിയാണ്ട് മരിച്ചു പോകുന്നുണ്ടാവും, അറിയില്ല അതും. പക്ഷെ ചില ഭാഗ്യമുള്ള അല്ലെങ്കിൽ തുറന്ന് ഇരിക്കുന്ന മനുഷ്യർക്ക് അറിയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം എന്താണ് ശരിക്കും ആലോചിക്കാനെങ്കിലും ഒരു അവസരമോ എന്തോ ഉണ്ടാവുന്ന മനുഷ്യർ ഉറപ്പായിട്ടും ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങുകയും അവസാനം ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ദൈവമേ 10 വർഷം മുമ്പ് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യില്ല, ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നും. അതേ യാത്ര തന്നെയാണ് എനിക്കാണെങ്കിലും ഉള്ളത്. ഗ്രീഷ്മയ്ക്ക് 10 വർഷം മുമ്പും ഇപ്പോഴുള്ള ഗ്രീഷ്മ തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ യാത്ര തന്നെയാണ് എന്റേതും. അത് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ആ രീതിയിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായി. അപ്പം എനിക്കും അതുപോലെ തന്നെയാണ്. ഇപ്പം ഞാനും ഒരു ദിവസം കൊണ്ടാവണമല്ലല്ലോ. നമ്മള് പല 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 കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് ചെറുതിലെ ജീൻസ് ഇടുന്നതിനെ പറ്റി ആലോചിക്കാനേ പറ്റില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ജീൻസ് ഇഷ്ടമല്ല, അത് ജീൻസിനോട് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് ആളുകൾ എന്തെങ്കിലും പറയുന്നത് ഇഷ്ടമല്ല. കാരണം ഞാൻ എന്റെ ചെറുപ്പകാലത്ത് വീടിനടുത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസ് ഒക്കെ ഇട്ടാൽ ഭയങ്കരമായിട്ട് കളിയാക്കും. ഇപ്പൊ ലെഗിങ്സ് ഇടുന്ന പെൺകുട്ടികളെ കളിയാക്കുന്ന പോലെ ജീൻസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യേ കാലൊക്കെ കാണാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ചെറുതിലെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് എപ്പോഴും എന്തിപ്പോ ജീൻസ് ഇട്ടാന്നുള്ളിടത്തോട്ട് നമ്മൾ എത്തുന്നു അങ്ങനെ. അപ്പം അത് പല 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 കാര്യം കൊണ്ടാണ് അങ്ങനെ വരണേ. അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ജേർണി ഉണ്ട്. അപ്പം ചിലർക്ക് ചിലപ്പോ ഇവിടെയുള്ള ആരെങ്കിലും 10 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. എനിക്കതൊന്നും ഇപ്പോഴും ചിലർക്കും അങ്ങനെ മറികടന്ന് പോകണമെന്ന് താല്പര്യം ഉണ്ടാവില്ല വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ. അത് അവരെ പറ്റിയിട്ട് ഞാൻ ഒന്നും കമന്റ് ചെയ്യുന്നത്, അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ചിലർക്ക് താല്പര്യം ഉണ്ടാവും. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നാടകമാണ് എന്നെ സഹായിച്ചിട്ടുള്ള ഒരു കാര്യം. നാടകം കളിക്കാൻ പോകുന്നതും, കാരണം ഒരു നടി എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് ഇൻഹിബിഷൻസും പല കാര്യങ്ങളും, ഇപ്പം ഒരാളുടെ കയ്യിൽ പിടിക്കണ പോലെ നമുക്ക് അയ്യോ എന്ന് തോന്നാം. ഇപ്പൊ തിയേറ്റർ എക്സസൈസുകളിൽ ചിലപ്പോൾ കൈ കോർത്ത് പിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അയ്യോ ഈ ചേട്ടന്റെ കയ്യിൽ പിടിക്കാൻ എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ തോന്നാമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്റർ എക്സസൈസുകളുണ്ട്, ഒരുപാട് തിയേറ്റർ എക്സസൈസ്. അതൊക്കെ നമ്മൾക്ക് പൊതുവെ ഒരുപാട് ഇൻഹിബിഷനുള്ള ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ചെയ്താലേ നടിയാവൂന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതയാത്രയും ജേർണിയൊക്കെയാണ്. വേണമെന്നുള്ളവർക്ക് ചെയ്യാതെ ഇതൊന്നും ചെയ്യാണ്ട് നല്ല അസാധ്യമായ നടികളെ നടന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഇത് ചെയ്യണം എന്നല്ല പറയണേ. നമുക്ക് എല്ലാ എക്സ്പീരിയൻസും ചിലപ്പോൾ മുതൽക്കൂട്ടായിരിക്കാം അഭിനയത്തിനൊക്കെ. അപ്പൊ അഭിനയം ഇല്ല എന്നുണ്ടെങ്കിലും ജീവിതത്തിന് ഉറപ്പായിട്ട് മുതൽക്കൂട്ടാണ്. നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും നമുക്ക് എന്താണ് ഇഷ്ടമല്ല എന്നൊക്കെ തിരിച്ചറിയാൻ തിയേറ്റർ എക്സസൈസ് സഹായിക്കാം എന്ന് എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. എന്നെ ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ളത് നാടകം കളിക്കാൻ തുടങ്ങിയതും നാടകത്തിന്റെ റിഹേഴ്സലുകളും നാടക ക്യാമ്പുകളും ആളുകളായി സംസാരിച്ചതും നമ്മൾക്ക് ഇതെനിക്ക് ഇഷ്ടമാണല്ലോ എന്നിട്ടും ചെയ്യാതിരിക്കാണല്ലോ എന്നൊക്കെ നാടകത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നാടകം അല്ലാത്ത ചില ജോലികൾ ചെയ്യുന്നവർ ഇതുപോലെ തുറന്ന് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഏതിലാണോ 100% ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ഏതൊരു പ്രൊഫഷനും ചിലപ്പോൾ അത് സഹായിക്കാം. ഏത് പഠനവും ചിലപ്പം ജീവിതത്തിൽ നമ്മളായിട്ട് മാറാൻ സഹായിക്കാം.
എന്നെ നാടകമാണ് സഹായിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു നാടകം ഇപ്പൊ ഈ ഗ്രീഷ്മ നാടകം ചെയ്യുന്ന ആളെ എനിക്കറിയില്ല. എന്തൊക്കെയോ ഇയാൾ ചെയ്തിട്ട് ഇയാളും 10 വർഷത്തിന് മുമ്പുള്ള ആളും ഇപ്പോഴത്തെ ആളുമായിട്ടൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ വ്യത്യാസമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പാട്ടെവിടെ? പത്മനാഭൻ സിനിമകളിൽ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അങ്ങനെ പത്മനാഭൻ മൂവിയിൽ പാട്ട് പാടാം. മുത്തിനുള്ളിലുതുങ്ങും പൂമാരൻ കണ്ണിക്കൈകളിലേക്ക് നവലോകങ്ങൾ. മുത്തിനുള്ളിലുതുങ്ങും പൂമാരൻ കണ്ണിക്കൈകളിലേക്ക് നവലോകങ്ങൾ. ആയിരം തിരകളുണർന്ന വിലാസഭാവമായി വിരഹിണി വിധുവായി നാം പിറകുമ്പോൾ താരിളകുമ്പോൾ ഞാനൊഴുകുമ്പോൾ താരിളകുമ്പോൾ രാവിലുണർന്ന വിലോലതൈ ഗന്ധർവ വീണയോ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരോ മകരനിലാവേ നീ ഹാരക്കോടി തരൂ കാണാതെ നിന്നിതളായി മറയും മന്മഥനിൽ കൊടിയേറിയ ചന്ദ്രോത്സവമാ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരോ മകരനിലാവേ നീ ഹാരക്കോടി തരൂ. താങ്ക് യു ഗ്രീഷ്മ, താങ്ക് യു. നമുക്ക് ഇവിടെയുള്ള പാട്ടുകാരൊക്കെ പാട്ട് ഒരു രസം ഉണ്ടായിരുന്നു തന്നെ. ഗ്രീഷ്മ നമ്മുടെ മലയാളി കൂട്ടത്തിന്റെ ഒരു സ്ഥിരം ഗായികയാണ്. എപ്പോഴും ഓരോ സെഷൻസിലും വന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിത്തരാറൊക്കെ ഉണ്ട്. ഗ്രീഷ്മ ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഗ്രീഷ്മ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ, ഞാൻ മറുപടി അയക്കാം. ഓക്കെ ഓക്കെ. താങ്ക് യു ഗ്രീഷ്മ. കനി, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അത് ലൈക് സിനിമയോ നാടകമോ ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇപ്പം കനിയുടെ പേരില് ഏറ്റവും ലൈക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കുസൃതി എന്ന് പറഞ്ഞിട്ടൊരു കൂടെയുള്ള ഒരു പേരുണ്ടല്ലോ. ഞാൻ അറിഞ്ഞത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അത് പേരിന്റെ കൂടെ തന്നെ ചേർത്തതെന്നാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം. തെറ്റാണെങ്കിൽ അത് തിരുത്തി തരിക. എന്തുകൊണ്ട് ഈ കുസൃതി എന്നുള്ളൊരു പേര് വെക്കാം എന്നുള്ളൊരു തീരുമാനിച്ചു? അത് എന്തുകൊണ്ട് ഈ ഒരു പേര് കൂട്ടത്തിൽ വെച്ചു? എന്തുകൊണ്ട് കനി എന്നുള്ള പേരിന്റെ കാര്യം ചോദിക്കുന്നില്ല ആരും. ആ കൂട്ടത്തിൽ രണ്ടും ചോദിക്കുന്നു. പക്ഷെ കുസൃതിയാണ് ഇത്തിരി കൂടെ ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത്, കാരണം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് കനി, കുസൃതി ഈ രണ്ടും വെച്ചു? 50,000 തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. ഞാൻ വെറുത്തു, ഞാൻ ഈ പേര് മാറ്റാൻ വെറുത്ത മനുഷ്യന്റെ അറ്റം എത്തി. അങ്ങനെ ഹലോ പോയോ ചോദിച്ചാണ്? ഓക്കെ ശരി. ഞാനിപ്പം പറയാത് ഒന്നുമില്ല, പലതവണ പറഞ്ഞുകൊണ്ട് വളരെ സ്പീഡിൽ പറയാൻ പോവാണ്. എനിക്ക് സെക്കൻഡ് നെയിം ഉണ്ടായിരുന്നില്ല. 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോ എന്റെ അമ്മ ജയശ്രീ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ജയശ്രീ ചേച്ചി ചേർക്കാൻ കൊണ്ടുപോയപ്പോ കാസ്റ്റും റിലീജിയനും വെക്കണം എന്ന് ജയശ്രീ ചേച്ചിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അത് അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നവർക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല. അപ്പൊ അവര് അതെന്താ, അത് ശരിയാവില്ല, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും വെക്കണം, ഞങ്ങൾക്ക് അങ്ങനെ വെക്കാതിരിക്കാൻ പറ്റില്ല, ഇവിടെ കോളം ഉണ്ട്, അത് ഫില്ല് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമായിരുന്നു. അപ്പം അഡ്മിഷൻ ദിവസം അറിയാലോ, ക്യൂയോടെ ആളുകൾ നിൽക്കുകയാണ്. അപ്പം അവസാനം ജയശ്രീ ചേച്ചി എങ്ങനെയൊക്കെയോ പറഞ്ഞ് കാസ്റ്റും റിലീജിയനും വെക്കണ്ടെന്നുള്ളിടത്ത് എത്തി. അത് കഴിഞ്ഞ് സെക്കൻഡ് നെയിം നോക്കിയപ്പോൾ സെക്കൻഡ് നെയിമും ഇല്ല, എനിക്ക് കനീന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു അത് ശരിയാവില്ല, എന്നാ മൈത്രേയൻ അച്ഛന്റെ പേര് അങ്ങോട്ട് വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ജയശ്രീ ചേച്ചി പറഞ്ഞു അതെന്താണ്, അങ്ങനെയൊന്നും പറ്റില്ല, മൈത്രേയൻ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ ജയശ്രീ ചേച്ചിക്ക് സമയവും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചേച്ചി പിന്നെ എന്നാ ഒരു ഇനിഷ്യൽ വെച്ചോളൂ കെ, എന്നാ വായിൽ വന്നത് കെ എന്ന് വെറുതെ പറഞ്ഞു. അങ്ങനെ കനി കെ എന്നായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ കെ ഇഷ്ടമേ അല്ല ഇനിഷ്യൽ. 10ാം ക്ലാസ്സിലായ സമയത്ത് ഇതുപോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെ വരും, പാസ്പോർട്ടിനും എന്തൊക്കെ എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തൊക്കെ കുറെ ആവശ്യങ്ങൾ വന്നു. അപ്പൊ വീട്ടിൽ പോയി വെച്ചപ്പം മൈത്രേനും ജയശ്രീ ചേച്ചി ഇതുപോലെ കോമഡി ആയതുകൊണ്ട് അവര് നിനക്ക് പറ്റിയത് കള്ളിന്നാണ്, കുണ്ടാവണ്ടി, പിന്നെ ഞാൻ പറയുന്നില്ല കുണ്ടീന്ന് എന്തൊക്കെയോ കാ വെച്ച് വൃത്തികെട്ട ഒരുപാട് വാക്കുകൾ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഇടുക, അതാണ് നിനക്ക് പറ്റിയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ
കള്ളിയാണ് നിനക്ക് പറ്റിയെന്നൊക്കെ പറയാൻ തുടങ്ങി. അതിന്റെ കൂട്ടത്തില് മൈത്രേയൻ തന്നെയാണെന്ന് തോന്നുന്നു കുസൃതി എന്നും പറഞ്ഞു. അപ്പം നമുക്ക് ടീനേജ് ആയിരിക്കുന്നോണ്ടായിരിക്കും എനിക്കപ്പം എന്നെ ഞാൻ കുസൃതി തന്നെ ഇടാം, ഞാൻ കുസൃതി ഇടാൻ പോവാ. അവരോടെന്തോ പക തീർക്കാനുള്ള പോലെയാണ് ഞാൻ എന്റെ പേര് എന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. പിന്നെ എനിക്കും എന്തോ ഒരു രസം തോന്നി, അതിനൊരു രസം ഉണ്ട് എന്നൊക്കെ അപ്പൊ തോന്നി. അപ്പം ഇട്ടു. പക്ഷെ ആർക്കും അങ്ങനെ അറിയില്ലല്ലോ, നമ്മുടെ പേപ്പേഴ്സിൽ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പക്ഷെ ഞാൻ പുറത്ത് പഠിക്കാൻ പോയപ്പോ ഇതുപോലെ അവിടെ ഉള്ളവര് സെക്കൻഡ് നെയിം ആണ് വിളിക്കുക. അപ്പൊ ഇങ്ങനെ മിസ് കുസൃതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പൊ ഞാൻ അതാരാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ഓ ഇത് ഞാനാണല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പോണം. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഞാൻ ഫുൾ നെയിം എഴുതാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങനെ കുസൃതി ചേച്ചി അല്ലെങ്കിൽ കുസൃതി എന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോൾ ഓ ഇതാണല്ലേ എന്റെ പേര്. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ നമ്മള് പല പല സ്ഥലത്ത് ബാങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഭയങ്കര ചൊറിഞ്ഞിരിക്കുമായിരിക്കും ഓഫീസർമാരവിടെ. അല്ലെങ്കിൽ അവര് മോളുടെ ശരിക്കുള്ള പേര് കുസൃതിയാണോ, ഓ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അവൻ നമുക്കൊരു സൗകര്യമാണ് ഇതുള്ളത്. അപ്പൊ എല്ലാരും സെക്കൻഡ് നെയിമും ആദ്യത്തെ പേരൊക്കെ നല്ല കോമഡി ആയിട്ടുള്ള പേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാരും നല്ലൊരു മിണ്ടും, അതൊരു അഡ്വാൻറ്റേജ്. അപ്പം അങ്ങനെയൊക്കെ ചുമ്മാ ഇട്ടതാണ്. ഇതിന് വലിയ സംഭവമൊന്നുമില്ല, വലിയ കാര്യമില്ല. ഇതിപ്പോ എല്ലാരും അങ്ങനെ പറഞ്ഞിപ്പോ എനിക്ക് ശരിക്കും കുസൃതിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റാറില്ല കേട്ടോ. കനീന്നാണ് എന്നെ എപ്പോഴും എല്ലാവരും അപ്പോൾ ഉള്ളവരൊക്കെ വിളിക്കുക. അപ്പം കുസൃതിന് ഈ സോഷ്യൽ മീഡിയയിലുള്ള മനുഷ്യർ മാത്രം വിളിക്കുന്ന എന്തോ ഒരു പേര്, അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ വന്നിട്ടു അത്രേ ഉള്ളൂ, വേറെ വലിയ സംഭവമൊന്നുമില്ല. അതെ, എന്തായാലും അത് ലൈക്ക് ആ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് കനിയുടെ പോസ്റ്റുകളൊക്കെ കാണുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ കുറെ പറഞ്ഞുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, പിന്നെ ആളുകൾക്ക് ബോറടിക്കുള്ളൂ. അതെ, ഓക്കെ. ധനഞ്ജയ്, നമുക്ക് ഓഡിയൻസിലോട്ടൊന്ന് പോയാലോ? നമുക്കൊരു 4-5 പേര്. അതെ, 4-5 പേര് ഒന്ന് ഓടി ആഡ് ചെയ്യാം. ഓക്കെ, ഹാൻഡ് റൈസ് ഓൺ ആകട്ടെ. ഓക്കെ, ഹാൻഡ് റൈസ് ഓൺ ആണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് നമ്മുടെ മലയാളിക്കൂട്ടത്തിന്റെ പ്രൊമോ എന്ന് പറയട്ടെ. അപ്പോ നമ്മളിപ്പോ ഈ ഒരു റൂം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മലയാളിക്കൂട്ടത്തിന്റെ അണ്ടറിലാണ്. മലയാളിക്കൂട്ടം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. ഏകദേശം 52,000 കൂടുതൽ ഫോളോവേഴ്സ് ഇപ്പൊ നിലവിലുണ്ട്. മലയാളത്തിലെ ക്ലബ് ഹൗസിലെ മലയാളത്തിലെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായിട്ട് നമ്മുടെ മലയാളിക്കൂട്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കനികുസൃതിയാണ്. ഓക്കെ, അപ്പോ കനികുസൃതിയോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള സെക്ഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് താല്പര്യമുള്ളവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജിതനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ഓഫ് ആക്കിക്കോട്ടെ, കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കോ ഇല്ലാണ്ട് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനും മ്യൂട്ട് ചെയ്യണ്ടേ? കനി മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. ജിതിനെ, നിന്റെ പേരുമായിട്ട് സാമ്യമുള്ള ഒരു ജിതിൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ജിതിനോട് പോയാലോ? ജിതിനെ കേക്കാവോ? ജിതിനെ എന്നാ വഫയിലോട്ട്. വഫ ഹുസൈൻ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അല്ലേ? ഇപ്പൊ അറിയാം, നിങ്ങളുടെ സിനിമ കണ്ടാൽ തന്നെ പലതരത്തിലുള്ള ജോണർ ഫിലിംസ് ആണ് അധികം എടുക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് ബിരിയാണി തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഫിലിം കണ്ടപ്പോൾ ആ ഒരു റിലീജിയനിൽ നിന്ന് തന്നെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ കണ്ടത് കുറെ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരത് കാണാനും പറ്റുമല്ലോ. അതൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാനും പറ്റി. പക്ഷെ അങ്ങനെ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴും ഒരു തരത്തിൽ ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് എക്സ്പാൻഡ് ചെയ്യാവോ? ഫോർ എക്സാമ്പിൾ, ചില ആളുകൾ പറയുന്നു അതിൽ അഭിനയിച്ചതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ചില ആളുകൾ ആ റിലിജനെ അങ്ങനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുറത്ത് ചെയ്തതിനെ കൊണ്ട് ചില ആളുകൾ അങ്ങനെ പറയുന്നു. അപ്പം ശരിക്കും സിനിമ ഉദ്ദേശിച്ച കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്, ചില ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ട്, ശരിക്കും അതിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കിയവർക്ക് അതിന്റെ എസൻസ് കിട്ടിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും ആളുകൾ ചിന്തിക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ടോ? അതോ അതൊക്കെ ഉണ്ടായിരിക്കും, ഒരു ക്രിറ്റിസിസം ഉണ്ടായിരിക്കും, പക്ഷെ അതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അല്ല. ശരിക്കും ഒന്നെങ്കിൽ ആ ഒരു പേഴ്സണിനെ ബുള്ളി ചെയ്തിട്ട് പറയാ, അല്ലെങ്കിൽ ആ റിലീജിയനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ ഡിറക്ടറിന് അതിന് അവർക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഫിലിം ഇറങ്ങിയതിന് ശേഷം? അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ പേഴ്സണൽ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്തായാലും ഞാൻ ഒരിക്കലും മറുപടി കൊടുക്കാൻ പോണില്ല. എനിക്ക് മറുപടി കൊടുക്കാതിരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ഇപ്പം ഒരാൾ ഡയറക്ട്ലി വന്ന് ബുള്ളി ചെയ്താൽ നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. റാഗിങ് തുടങ്ങി പലതും അങ്ങനെയാണല്ലോ. നമ്മള് തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞ് ഓടേണ്ടി വരും.
അല്ലാതെ സോഷ്യൽ മീഡിയ പോലത്തെ ഒരു സ്ഥലത്ത് ബുള്ളിങ് ഉണ്ടെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്യുള്ളൂ, ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. പക്ഷെ ചിലർ കാര്യമായിട്ട് എൻഗേജ് ചെയ്യാൻ വരുന്നവരായിരിക്കും. പക്ഷെ അതെല്ലാം ഒന്നും ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റാറില്ല. ഞാൻ അത്രയും സോഷ്യൽ മീഡിയ നോക്കുന്ന അത്രയ്ക്കെല്ലാം പോയി നോക്കാറില്ല. അപ്പോ എനിക്ക് കണ്ടാൽ ഞാൻ എൻഗേജ് ചെയ്യും. അതുപോലെ നേരിട്ട് സംസാരിക്കാൻ വന്നാൽ ഞാൻ എൻഗേജ് ചെയ്യും. ബുള്ളിങ് അല്ല, കാര്യമായിട്ട് സംസാരിക്കാൻ വന്നാൽ ഞാൻ എൻഗേജ് ചെയ്യും. അതിപ്പം അപ്പോഴും ഇപ്പൊ വഫ പറഞ്ഞ പോലെ ചിലത് എനിക്കിപ്പം ഇത് എത്ര പറഞ്ഞാലും ഡയറക്ടറിന്റെ ആണ് സിനിമ. അതിൽ അഭിനയിച്ച എനിക്ക് അതിന്റെ കൺസെപ്ച്വലിയും സിനിമ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്നും എനിക്കിരുന്ന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്കും ആ സിനിമയെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടാവും. എനിക്കും ഞാൻ അഭിനയിച്ചതിനെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. ആ സീനിൽ വളരെ മോശമായിട്ട് അഭിനയിച്ചിരിക്കുന്നു, ഈ സീനിൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ എനിക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ പറയുന്ന വ്യക്തിയുമായി യോജിക്കുന്ന കാര്യമാണ് ഞാൻ പറയാം, ഞാൻ യോജിക്കുന്നു, അവിടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമാണ്, ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ അഭിനയിച്ചിരിക്കുന്ന മോശമാണ്, അപ്പൊ എനിക്കും അത് പറയാം. പക്ഷെ ചിലത് ചിലപ്പോ അവർക്ക് എനിക്ക് അഭിനയിച്ചത് മോശമെന്ന് തോന്നി, ചില അവിടെ പക്ഷെ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി, നമുക്ക് അങ്ങനെ സംസാരിക്കാമല്ലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊരു ബുള്ളിങ് ലാംഗ്വേജ് ആണെങ്കിൽ ഞാൻ ഇഗ്നോർ ചെയ്യും, ഒരിക്കലും താല്പര്യമില്ല. ആരാണെങ്കിലും ശരി ഞാൻ എൻഗേജ് ചെയ്യില്ല. അല്ലാതെ സംസാരിക്കാൻ വന്ന് നമുക്ക് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ മെസ്സേജ്, എനിക്കിങ്ങനെ മെസ്സേജ് ഒന്നും കൊടുക്കുന്ന ടൈപ്പ് സിനിമകൾ തന്നെ വലിയ താല്പര്യമൊന്നും ഇല്ല. ഇനി ഇപ്പൊ ബിരിയാണിയും അങ്ങനെ മെസ്സേജ് ഉണ്ടെങ്കിൽ സജിന്റെ ഉത്തരവാദിത്വമാണ്. സജിൻ മെസ്സേജ് കൊടുക്കാൻ താല്പര്യം കൊടുക്കട്ടെ. എനിക്കങ്ങനെ ഒരു ജോണർ അല്ല ഇഷ്ടം. പിന്നെ ഇപ്പൊ വഫയ്ക്ക് തോന്നിയ കാര്യങ്ങൾ വഫ പറഞ്ഞു. ഞാൻ ആക്ച്വലി ബിരിയാണി കാണാൻ ഇരുന്നിട്ടില്ല എപ്പോഴും. ഞാനത് എനിക്ക് അങ്ങനത്തെ ടൈപ്പ് സിനിമ എനിക്ക് കാണാൻ വലിയ ഇഷ്ടം ഉള്ള ഒരാളല്ല. അപ്പൊ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതിനെ പറ്റി കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത് പറയാൻ അറിയില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തോന്നിയ പല ക്രിറ്റിസിസങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനെ പറ്റി എനിക്ക് പറയാൻ പറ്റും. ആളുകൾ പറയുന്നതിൽ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആവാം, ചിലത് കൺസ്ട്രക്റ്റീവ് അല്ലായിരിക്കാം. പക്ഷെ അത് ബുള്ളിങ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചിലർ പറയുമ്പോഴായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അത് ആലോചിച്ചില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ അതിന് ഓപ്പൺ മൈൻഡഡ് ആണ്. ബുള്ളിങ്ങിന് ഒട്ടും അല്ല, ബുള്ളിങ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, രണ്ടുപേരും ലൈക്ക് നിങ്ങളുടെ മോമായിട്ട് അഭിനയിച്ചു, നിങ്ങളുടെ അഭിനയം ഭയങ്കര നന്നായിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു, അത് പറയണമെന്ന് തോന്നി. താങ്ക് യു. ഞാൻ അഭിനയിച്ചത് ശൈലജ എന്ന് പറഞ്ഞിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി NST പാസ് ഔട്ട് ആണ്. എന്റെയൊക്കെ വളരെ സീനിയർ ആണ്. ആ ചേച്ചിയോട് എന്തായാലും പറഞ്ഞേക്കാം. ഓക്കെ, താങ്ക് യു. ക്രിസ്റ്റി അടുത്തത് ക്രിസ്റ്റി ആണെന്ന് തോന്നുന്നു. ക്രിസ്റ്റി മ്യൂട്ട് ആണ്, ഒന്ന് മ്യൂട്ട് മാറ്റാവോ? ക്രിസ്റ്റിയന് മിണ്ടുന്നുണ്ടോ? ക്രിസ്റ്റി, ഞാൻ ശില്പയിലോട്ടൊന്ന് പോവാണ്. ക്രിസ്റ്റി കേൾക്കുന്നില്ലെങ്കിൽ ശില്പയിലോട്ട് പോവാണ്. തോന്നുന്നു ബോറടിച്ച്, സോറി. ചേച്ചി ആദ്യം തന്നെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം ചേച്ചിയുടെ സംസാരമാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഈവൻ ഞാൻ അതിലേറെ ഇഷ്ടപ്പെടുന്നത് ബോഡി ലാംഗ്വേജ് തന്നെയാണ്. ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ശൈലിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ബോഡി ലാംഗ്വേജ് കാണിക്കാൻ പറ്റില്ല എന്നറിയില്ലേ? ഇവിടെ അല്ല, ഞാൻ പ്രോജക്ട് ഓഫ് ഹാപ്പിനെസ് ഒക്കെ കണ്ടപ്പോ എല്ലാത്തിലും എനിക്ക് ഇഷ്ടമാണ് ആ ഒരു മൂവ്മെന്റ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, ഇപ്പൊ പ്രോജക്ട് ഓഫ് ഹാപ്പിനെസ്സിൽ കണ്ട ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈത്രേയന്റെ ആ ഒരു നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡില് ചേച്ചിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്, മറ്റു കുട്ടികളെ പോലെ അല്ല ഞാൻ, അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരച്ഛ അമ്മ എന്ന് വിളിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു മെച്യൂർഡ് ലെവലിലോട്ട് വന്നപ്പോൾ അവരുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണെന്നും അതുപോലെ തന്നെ അവരിങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും കുറച്ച് വേറെ മെത്തഡോളജീസ് ആണെന്നും ഒക്കെ മനസ്സിലായല്ലോ. സോ ആ ഒരു തിരിച്ചറിവിലോട്ട് വന്നതിന് ശേഷവും എപ്പോഴെങ്കിലും ഈ ഒരു നോർമൽ നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ആ ഒരു റിച്വൽസ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലി കൺസെപ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു വട്ടമെങ്കിലും? അതോ മൈത്രേന്റെയും ചേച്ചിയുടെയും ആ ഒരു ഇതിനോട് തന്നെയായിരുന്നു താല്പര്യം തോന്നിയിട്ടുള്ളത്? ഒന്ന് പറയാനുള്ളത്, ഈ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പലരും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് ചിലപ്പോൾ നമ്മൾ അന്ന് ഞാൻ കുറെ നേരം അന്ന് എനിക്കിതുപോലെ സമയമില്ലാതിരുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ വളരെ സ്പീഡിലാണ് ഇന്റർവ്യൂല് സംസാരിക്കുന്നത്. പൊതുവേ സ്പീഡിലാണ് സംസാരിക്കുന്നത്. അതിനേക്കാളും സ്പീഡിലാണ് ആ ഇന്റർവ്യൂല് എനിക്ക് എങ്ങോട്ടോ പോണമായിരുന്നു. അപ്പൊ പിന്നെ അതുപോലെ അവർ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് അന്ന് പറഞ്ഞത്, കുട്ടിക്കാലത്തും എനിക്കൊരിക്കലും എന്റെ അച്ഛനും അമ്മയും വളർത്തിയ അല്ലെങ്കിൽ മൈത്രേനോ ചേച്ചിയോ ഇടപെട്ട രീതി മാറണം എന്ന് തോന്നിയിട്ടില്ല. ശരിക്കും തോന്നാൻ കാരണം ഇതാണ്, ചെറുതായിട്ടെങ്കിലും അത്
അതായത് അവരെന്തോ മോശമായിട്ട് തോന്നിയതല്ല, ചുറ്റുമുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ കാര്യം, ഈ ബുള്ളിങ് എന്ന് പറയുന്ന കാര്യം, എന്തെങ്കിലും ഒരു കാര്യം വ്യത്യസ്തമായിരിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ ബുള്ളി ചെയ്യും. അത് നിന്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തുടങ്ങി, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് തുടങ്ങി, ആരെങ്കിലും ഒരാൾ വ്യത്യസ്തമായ ഒരു കാര്യം പറയണ്ടെങ്കിൽ അവരെ ബുള്ളി ചെയ്യാനുള്ള ടെൻഡൻസിയാണ് സ്കൂളുകളിലും ഉള്ളത്, ടീച്ചേഴ്സ്, ചുറ്റുപാടുള്ള മനുഷ്യർക്ക് ഉള്ളത്. അപ്പം അതിപ്പം എന്റെ അച്ഛനും അമ്മയെ പറ്റിയിട്ടും അവർ പറയായിരുന്നു. മുതിർന്ന ആളുകൾ, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ളവർ പറയും, ഇവളുടെ അമ്മ ഒരു സ്വർണ്ണമാല പോലും ഇടില്ല, ജയശ്രീ അങ്ങനെ സ്വർണ്ണമൊന്നും ഇടില്ലായിരുന്നു, അതിനെ ബുള്ളിങ് ചെയ്യുന്നു. അപ്പൊ എന്റെ അമ്മയെ പറ്റിയിട്ടല്ലേ ഇവരും, എന്റെ ബന്ധുക്കൾ തന്നെയാണ് മോശം പറയുന്നതൊക്കെ. അപ്പൊ നമുക്കിങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിലായി, ചേച്ചി സ്വർണ്ണമാല ഇട്ടാ എല്ലാ പ്രശ്നവും തീരുവോ, നമ്മൾ അങ്ങനെ ആലോചിക്കില്ലേ, കുട്ടിയായിരിക്കും നമുക്കിങ്ങനെ ഇവരൊക്കെ മനസ്സിലായോ. അത് എന്റെ അച്ഛനമ്മ എന്നോട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ല, എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ വല്ല എന്താ പറയാ ഒരു ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ 18 വയസ്സ് വരെ എപ്പോഴും റീലിവ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിനുശേഷം ഫുൾ ഉത്തരവാദിത്തം, എനിക്ക് ഉത്തരവാദിത്തം എടുക്കാൻ, സ്വർഗം പോലെ അത്രയും ബ്യൂട്ടിഫുൾ ടൈമാണ് എന്റെ ചൈൽഡ്ഹുഡ്. അത് എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് ഏറ്റവും സങ്കടം വരണത് അയ്യോ അത് തീർന്നു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അപ്പം ആ രീതിയില് ഞാൻ എന്റെ അച്ഛനമ്മയും അങ്ങനെ കൊണ്ടല്ല, ഈ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ അച്ഛനമ്മയും കുറ്റം പറയുന്ന കേൾക്കാൻ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ ഓഫ് മാറെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ്. അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടതാണ് ഈ ചുറ്റുമുള്ള സമൂഹം മാറിയെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നെങ്കിൽ. ഈ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറ്റം പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എന്റെ കൂട്ടുകാരെ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ മനസ്സിൽ എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു ഉള്ളതുകൊണ്ട് അങ്ങനത്തെ വിഷമം എനിക്ക് ഒരിക്കലും കേരളത്തിലുള്ള ഇത്രയും കൺസർവേറ്റീവായിട്ട് ജീവിക്കുന്ന രീതി ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കത് ദൈവമേ ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിക്കാനും നന്നായി. എനിക്ക് ഒരു വാല്യൂവും ഇഷ്ടമോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതായത് പല സാധാരണ കേരളത്തിലെ കുടുംബത്തിലെ അച്ഛനമ്മമാര് പൊന്നുപോലെയാണ് മക്കളെ വളർത്തുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതിനൊന്നും എതിരല്ല ഞാൻ പറയണം. പക്ഷെ എന്താണ്, പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പിടാൻ പറ്റില്ല, പഠിക്കാൻ ഇഷ്ടമുള്ളതിന് പോകാൻ പറ്റില്ല, സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൺപിള്ളേർക്കും പലതും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പെൺകുട്ടികളെ വെച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളത് പഠിക്കാൻ ഉള്ള അവസരം പോലും ഇല്ലാതിരിക്കുന്നു. ഇഷ്ടമുള്ള ആളുടെ കൂടെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒന്നും നമുക്ക് പറ്റുന്നില്ല. പിന്നെ എവിടെയാണ് ഈ ഇഷ്ടമുള്ള ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനത്തെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സെക്കൻഡിൽ പോലും ആഗ്രഹിക്കുന്നില്ല. അന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കാൻ ചാൻസ് ഇല്ല. വല്ല മറ്റു മാനസിക എന്താണ് മറ്റേ ഈ മറന്നു പോണ അൾഷൈമേഴ്സോ അങ്ങനത്തെ അസുഖങ്ങളില്ലേ വയസ്സാകുമ്പോൾ, അങ്ങനെ വല്ലതും ഞാൻ പുറത്ത് പറഞ്ഞാൽ വല്ല തെറ്റും പറയുമ്പോഴേ ഞാനേ പറയാൻ വഴിയുള്ളൂ. എനിക്ക് ഈ ബോധത്തിൽ നിന്നുകൊണ്ട് പൊതുവെ പറയുന്ന ഈ ഒരു കൺസർവേറ്റീവ് ഫാമിലിയിലെ കൺസർവേറ്റീവ് ഐഡിയാസിനോട് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷെ അവിടെയും ഭയങ്കര ലവബിൾ ആയിട്ടുള്ള പാരന്റ്സ് ഉള്ള ഒരുപാട് ഫാമിലിയാണ് ഞാൻ കാണാറുണ്ട്. ആക്സെപ്റ്റഡ് ആയിട്ടുള്ളതും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാവുന്ന എന്റെ അച്ഛനമ്മയും മാത്രമല്ല വേറെ പല ഫാമിലിയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, എന്താണ് ഒരു ദിവസം സ്കൂളിൽ നിന്ന് വൈകിപ്പോയി 10 മിനിറ്റ്, അപ്പൊ അച്ഛൻ അവളുടെ ചെവിക്കുറ്റിക്ക് അടിക്കണ അച്ഛന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനോടൊന്നും ഒരു നൊസ്റ്റാൾജി ഇല്ല, ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു അച്ഛൻ വേണ്ട, അതിന് താല്പര്യമില്ല. ചേച്ചി ഒരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പൊ ചേച്ചി ബിരിയാണി സിനിമ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് കണ്ടത്. അപ്പോ അതില് ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ലാസ്റ്റ് അതിന്റെ ക്ലൈമാക്സില് ഈ പുഴയിലോട്ട് എടുത്ത് ചാടുന്ന ഒരു സീനുണ്ട്. അപ്പോ ചാടി കഴിഞ്ഞിട്ട് വീണ്ടും ഹസ്ബൻഡായിട്ടുള്ള ഒരു ലൈഫ് ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി അവിടെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവര് വീണ്ടും അയാളുടെ ലൈഫിലോട്ട് ചെല്ലുന്നതാണോ? അല്ലല്ല, ഞാൻ ഇപ്പൊ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ സിനിമ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ശരിക്കും അവർ വെള്ളത്തിലെടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ഒരുപാട് പേര് വായിച്ചിരിക്കുന്നത് തോന്നുന്നു. കഥയുടെ ഇത് ആളുകളുടെ ഇതിന്റെ റിവ്യൂ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. പക്ഷെ ശരിക്കും അത് സജിൻ ഷൂട്ട് ചെയ്തപ്പോ അവര് വെള്ളത്തിൽ ചാടിയിട്ട് നീന്തി ഒരു ബോട്ടിൽ കയറുന്നതൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. ആ ബോട്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി കാരണം ആ ഷോട്ട് ശരിയായില്ല. അപ്പൊ ആ ഷോട്ട് സിനിമയിൽ വെച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ കാണുന്നവർക്ക് അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ശരിക്കും അവർ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് അല്ലാതിരുന്ന് എടുത്തിരുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. കാരണം ഞാനും ആ ഒരു ഐഡിയയിലോട്ടാണ് വന്നത്. വീണ്ടും ലൈഫിലേക്ക് പോകുന്നു. അല്ല, ലൈഫിലേക്ക് പോകണമെന്ന് അങ്ങനെ ആയിരുന്നില്ല. അവര് നീന്തി ബോട്ടിൽ കയറി അവരുടെ ജീവിതത്തിലേക്ക് എങ്ങോട്ടോ ഷൂട്ട് ചെയ്തിരുന്നത്. ആ ഹസ്ബൻഡായിട്ടുള്ളതും പിന്നെ ഉള്ളതൊന്നും ഒരു അൺറിയൽ ആയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഇല്ലാത്ത പോലെ, അതായത് ഒരു ടെയിലൻഡ് ഒക്കെ ചില സിനിമകൾ ഉണ്ടാവില്ല, ഇങ്ങനെ അൺറിയൽ, ഇങ്ങനത്തെ സംഭവം ഇല്ല, അത് ശരിക്കും നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് സജിൻ എഴുതിയിരുന്നത്. പക്ഷെ ഇപ്പോഴേ അവസാനം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. റിവ്യൂ വായിച്ചതിൽ നിന്നും എനിക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ വേറെ ആയിട്ട് വരുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് അതിനെ പറ്റി കൂടുതൽ പറയാൻ അറിയില്ല. കൺഫ്യൂസിങ് എല്ലാവർക്കും വരുന്നുണ്ട്. അത് കൺഫ്യൂഷൻ ആയിട്ടല്ല. സോ മച്ച് ചേച്ചി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആയിക്കോട്ടെ.
കനി ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. സിനിമ കണ്ട് കഴിഞ്ഞപ്പോ ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് അത് ക്ലിയർ ആയത്. എനിവേ ജിതൻ, നമുക്ക് ആ ചിതയിലോട്ട് പോകാന്ന് വിചാരിക്കുന്നു. അജിത. ഹായ് കനി, മോളു. ഞാനൊരു പിന്നെ അമച്വർ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. കാലിക്കറ്റിലാണ്. 32 years ഓഫ് ജേർണി. അപ്പം ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ വളരെ കുറച്ചു പേരെ ഇങ്ങനെ ഫിലിം ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു ആളുകളുടെ ഇടയിൽ ഒരു അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ ഇപ്പം റീസെന്റ് ആയിട്ട് കാണുന്നുള്ളൂ. കുറെ മുന്നേ പണ്ട് കാലത്ത് കുറെ അധിക ആക്ട്രസുകളും ഡ്രാമ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഡ്രാമ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി സുരഭി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സുരഭി നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഡ്രാമ ചെയ്തതായിട്ട് എനിക്ക് എന്റെ ഓർമ്മയില്ല. കുട്ടി പഠിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ വലിയ ഡ്രാമ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. സുരഭി സംഗീതാടകി അക്കാദമി ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ള ആളാണ്. ഒരുപാട് പക്ഷെ നമ്മുടെ കാലിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വർക്ക് കുറവാന്ന് തോന്നുന്നുണ്ട്. കുട്ടി പുറത്താ തോന്നുന്നു, ട്രിവാൻഡ്രത്തൊക്കെയാണ് അങ്ങനെയാണ് തോന്നി ചെയ്തിട്ടുള്ളത്. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയെന്നോ NSD അങ്ങനെ എന്തോന്നോ പഠിച്ചിറങ്ങിയ കുട്ടിയാണെന്നും എനിക്കറിയാം. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പ്രാവശ്യം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ഞാനും സംഗീത നാടക അക്കാദമിയിലെ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, എന്തെങ്കിലും ഫിലിമിലേക്ക് വന്നപ്പോ മോൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു ഡ്രാമ ആക്ട്രസ് എന്നുള്ള നിലയിൽ കിട്ടിയിട്ടുള്ളത്? അതുപോലെ തന്നെ എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഡ്രാമ ആക്ട്രസ് എന്നുള്ള നിലയിൽ? ആ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. അഡ്വാൻറ്റേജ് ഒന്നും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഉറപ്പായിട്ടും നാടകം കേരളത്തിൽ കളിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവാറില്ല. അപ്പം നടിമാരാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സിനിമയിൽ നമുക്ക് ആ ഒരു നാടകത്തെ അപേക്ഷിച്ച് നോക്കിയാൽ സിനിമയിലും അത് നെഗോഷിയേറ്റ് ചെയ്യുന്നതും ഒക്കെയും ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു സ്റ്റാൻഡേർഡ് വേതനം ഒന്നും ഇപ്പോഴും വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ഓരോ സിനിമയ്ക്കും നമ്മൾ സംസാരിച്ച് പൈസയുടെ കാര്യം തീരുമാനിക്കുകയൊക്കെ വേണം. അത് വെച്ച് നോക്കുമ്പോൾ എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തരക്കേടില്ലാത്ത ഒരു തുക നമുക്ക് ഉണ്ടാവും സിനിമയിൽ. നാടകത്തിൽ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രൊഫഷണൽ നാടകങ്ങളിലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണത്, അമച്വർ നാടകം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. പ്രൊഫഷണൽ നാടകത്തിലുള്ളവർക്കും വളരെ തുച്ഛമായ ഇതാണ്. എന്നാലും അമച്വർ നാടകത്തിൽ അത്ര തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ചിലപ്പോ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. ഞാൻ ഇപ്പൊ കുറെ നാളായി ചെയ്തിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തിട്ട്. അപ്പോ ആ ഒരു വ്യത്യാസം അഡ്വാൻറ്റേജ് സിനിമയിൽ നമുക്ക് കുറച്ചും കൂടെ ചെറിയൊരു സമയത്ത് നാടകത്തിന് എടുക്കുന്നതിനേക്കാളും കുറച്ചു പണിയെടുത്തിട്ട് കൂടുതൽ പൈസ കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. നാടകം അതിനേക്കാളും ഒക്കെ നമ്മൾ പണിയെടുക്കുക, അതിനേക്കാളും സമയം കൊടുത്താലും നമുക്ക് പലപ്പോഴും നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അത്രയും പൈസ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ പൈസ ഒക്കെ ഉള്ളൊരു വീട്, നമുക്ക് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാടകമൊക്കെ കളിക്കാൻ പോകാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരിത്. കാരണം യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്യും. സ്റ്റേറ്റ് തന്നെ പൈസ കൊടുക്കും, ശമ്പളമൊക്കെ ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ. നമ്മളുടെ രാജ്യം എപ്പോഴും ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ആയതുകൊണ്ട് തന്നെ ആ ഒരു നിലയിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസിൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ജീവിക്കാൻ പലപ്പോഴും അവർക്ക് അങ്ങനെ ഈ ആർട്ടിൽ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥകളൊന്നും വരാറില്ല പലപ്പോഴും. ആ ഒരു രീതി നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ പല ആർട്ടിസ്റ്റുകളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പല കാര്യങ്ങളും ഗതികേട് കൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ഒരു ഇത് ഡിസഡ്വാൻറ്റേജ് അങ്ങനെ എനിക്ക് പറയാറില്ല. ആക്ടിംഗ് വൈസ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ആക്ടിംഗ് വൈസ് ഓക്കെ, ആക്ടിംഗ് വൈസ് ഇപ്പൊ നാടകത്തിൽ നിന്ന് വന്നോണ്ട് സിനിമയിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജോ അതെന്താ വെച്ചാൽ നമുക്ക് ഒരു ആസ് എൻ ആക്ടർ നമുക്ക് ഡ്രാമയിൽ ചെയ്യുന്നതും ഫിലിമിൽ ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് പക്ഷേ ഞാൻ ചേച്ചിന്ന് വിളിക്കാണ്, എന്നെക്കാളും വിളിച്ചോളൂ കൂട്ടാ ആദ്യ ചേച്ചി. അതായത് നാടകങ്ങളും എല്ലാ നാടകങ്ങളും ഒരുപോലെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അമച്വർ നാടകം ഞാൻ പറയാണ്. അപ്പം ഓരോ നാടകത്തിലും ആവശ്യപ്പെടുന്ന അഭിനയവും രണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പല നാടകത്തിലും നാടകത്തിന്റെ സങ്കേതം അനുസരിച്ച് റിയലിസ്റ്റിക് നാടകമാണെങ്കിൽ വേറെ, സ്റ്റൈലൈസ്ഡ് ആണെങ്കിൽ വേറെ, ഇപ്പൊ ബഫൂൺ, ക്ലൗണിങ്, ഇങ്ങനെ പലതരം നാടക ശൈലികളും ഉണ്ട്. അതിലാവശ്യപ്പെടുന്ന തെരുവ് നാടകമാണെങ്കിൽ അതിനകത്തുള്ള അഭിനയം അതിനനുസരിച്ച് ക്രാഫ്റ്റില് മാറ്റമുണ്ട്. സത്യസന്ധതയിലല്ല മാറ്റം, ചെയ്യുന്ന ഫീലിങ്ങിലല്ല മാറ്റം. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്ന ടെക്നിക്കിലും ക്രാഫ്റ്റിലും മാറ്റം ഉണ്ടാവും അതിന്റെ ഭാഷ അനുസരിച്ച്. അത് നാടകത്തിലും അങ്ങനെ തന്നെയാണ്. പല നാടകങ്ങളിലും അഭിനയം വേറെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ സിനിമയിലും നമ്മുടെ ഹോണസ്റ്റിയിലല്ല മാറ്റം വരണം, അതിന്റെ ക്രാഫ്റ്റിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പം
എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഓരോ നാടകത്തിന് പോകുമ്പോഴും ഓരോ സിനിമയ്ക്ക് പോകുമ്പോഴും ആ സിനിമയുടെ ഭാഷ, അതിന്റെ കഥ, അതിലുപയോഗിക്കുന്ന ഇതുപോലെ ക്യാമറ ലെൻസിങ് ഒക്കെ അനുസരിച്ചായിരിക്കണം നമ്മുടെ ഒരു ശൈലി എന്നും കൂടെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിലിപ്പോ നാടകത്തിൽ വന്നിട്ടുള്ള ഗുണം പല എന്റെ കണ്ടംപററി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നാടികളും നടന്മാരും ആലോചിക്കാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് നാടകത്തിൽ നിന്ന് വന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പൊ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടാറുണ്ടല്ലോ ഓരോന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരി വരും. കാരണം നാടകത്തിലേക്ക് വന്നവർക്കൊക്കെ അതൊക്കെ എല്ലാ നാടകത്തിലും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ഒരു സീനിലെ ബാക്ക്ഗ്രൗണ്ടിൽ പോലും ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കഥാപാത്രം ഇതിന് തൊട്ട് മുമ്പ് എവിടെ പോയി, ഇപ്പൊ ഇനി എങ്ങോട്ട് പോകണു, അതിന്റെ അനുസരിച്ചിരിക്കും നമ്മൾ ഈ സീനിൽ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് പെരുമാറുന്നതിന്റെ രീതി, അവരുടെ സംസാരത്തിന്റെ രീതിയുടെ സ്പീഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളെ പറ്റിയും നമ്മൾ നാടകം ചെയ്യുമ്പം വിശദമായി നാടക ക്യാമ്പിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. അത്രയും എന്റെ ആകത്തുകയായിട്ടാണ് അഭിനയിക്കാൻ അവസാനം പോണത്. സിനിമയിൽ പലപ്പോഴും ഞാൻ അഭിനയിച്ചിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ സിനിമകൾ അത്ര അങ്ങനെയല്ല, എന്നാൽ ആ ഒരു 2000-നും 2010-നും ഇടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ വരുന്നു ചെയ്യുന്നു, ആളുകൾ ഇതിനെ പറ്റി ഒന്നും ആലോചിക്കണില്ല, ജസ്റ്റ് എന്തൊക്കെ ചെയ്ത് ബിഹേവ് ചെയ്ത് പോകുമ്പോൾ തന്നെ അതെല്ലാം ഓക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്ന് വന്നത് കൊണ്ട് പല കാര്യത്തിൽ കുറച്ചും കൂടെ ആ കഥാപാത്രത്തിനെ പറ്റിയിട്ട് ഉള്ളൊരു ചിന്ത നമ്മളത് വായിക്കുമ്പോൾ തന്നെ ഓൾറെഡി കുറെ വന്നിട്ടുണ്ട്. എന്റെ കൂടെ അഭിനയിക്കാൻ വന്ന പലർക്കും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ല കേട്ടോ ഞാൻ പറയുന്നത്. സീനിയർ ആർട്ടിസ്റ്റിൽ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ നാടകത്തിൽ നിന്ന് വന്നവരൊക്കെ പണ്ടത്തെ ആർട്ടിസ്റ്റുണ്ട്, അവർ ഇത്രയൊക്കെ ചിന്തിക്കുന്നവരായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്റെ സമയത്തുണ്ടായിരുന്ന ചില ആളുകളൊക്കെ ചിലർ സംസാരിക്കുമ്പോൾ കനി ഇങ്ങനെ കാലിക്കും, ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല ഇതുവരെ, അങ്ങനെ പറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രശസ്തരായ ചില നടന്മാരെ ഞാൻ പേര് പറയുന്നില്ല, അവരോട്ടൊക്കെ കൂട്ടുള്ളപ്പോ അവരെന്നോട് നീ എങ്ങനെയാണ് ഈ ഒരു സീൻ ചെയ്തത്? അപ്പൊ ഞാൻ 1-2 കാര്യം, നമ്മൾ വളരെ നാടകങ്ങളിലൊക്കെ എല്ലാ നാടക നടന്മാരും നടിമാരും ആലോചിക്കുന്ന കാര്യങ്ങള്, ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആലോചിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ, ഇതൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ, ഇത്രയും നാൾ അഭിനയിച്ചപ്പോൾ പോലും ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ പെർഫോമൻസിന് ചിലപ്പോൾ അത് ബാധിച്ചിട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ എന്നാൽ അത് അറിയുമ്പോൾ അവർക്ക് ഇങ്ങനെയും കൂടി ചിന്തിക്കാലോ, ഇതും കൂടെ ഉണ്ടെങ്കിൽ ഇതെന്തെങ്കിലും തരൂല, അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. നാടകത്തിൽ നിന്ന് വന്നുകൊണ്ടുള്ള അത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും സഹായിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഓരോ മേഖലയും ഓരോന്നാണ്, ഓരോ നാടകവും പുതിയതാണ്, ഓരോന്നിന്റെയും ശൈലിയാണ്. അപ്പൊ അത് എല്ലാത്തിനും നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്താൽ മതി എന്നൊരു ബോധമുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാനും റീസെന്റ് ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതില് സുരാജ് വഞ്ഞാറമൂടിന്റെ അമ്മയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ചെയ്ത സമയത്ത് എനിക്ക് കുറെ എന്താ പറഞ്ഞത് വെച്ചാൽ നമ്മള് നാടകം ചെയ്യുന്ന സമയത്ത് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ താങ്ക് യു. എന്താണെന്നറിയോ, അമ്മ കണ്ടതാണല്ലോ, ആളാണോ. ഓക്കെ, അപ്പൊ എനിക്ക് അതിന്റെ മുന്നേ ഒരു 3-4 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഞാനൊരു ടീച്ചറായിരുന്നു. നാടക ഭ്രാന്ത് കൊണ്ട് നാടകത്തിലേക്ക് വന്ന ആളാണ്. സ്കൂൾ റിസൈൻ ചെയ്തിട്ട് ഞാൻ നാടകത്തിലേക്ക് വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു നാടകം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് പോലും വന്നിട്ടില്ല ഒരിക്കൽ പോലും. ഈ ഒരു കോവിഡിന്റെ പീരീഡിലാണ് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കോഴിക്കോട് എപ്പോഴെപ്പോഴും നാടകങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നാടകങ്ങളായിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ട്രിവാൻഡ്രത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ, അങ്ങനെ തൃശ്ശൂർ പിന്നെ അക്കാഡമിന്റെ മത്സരങ്ങൾക്ക് കുറെ 3-4 പ്രാവശ്യം പോയി. അതിൽ 2 പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോണു. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോ എനിക്ക് അതിന് മുന്നേ 4 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുഞ്ഞു റോൾസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കോഴിക്കോട് വന്നിട്ട് ഒരു ആർട്ടിസ്റ്റിനെ തിരയുന്ന സമയത്ത് അവർ ചെറിയ റോള് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതൊരു നല്ല റോള് ജിയോ എനിക്ക് തന്നു. പിന്നെ അതൊരു മോശമില്ലാതെ രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് കനിയെ ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ ആ ബിരിയാണി ഞാൻ കണ്ടു, എനിക്കത് എന്താ വെച്ചാൽ ഒന്നാമത്തെ എന്റെ മനസ്സിൽ ഡ്രാമയാണ്. ഡ്രാമയിൽ നിന്നൊരു കുട്ടി വന്നു, അത് അവൾ അത്ര എന്ത് രസമായിട്ട് ചെയ്തു. അവളുടെ അതാണ് നമ്മളൊരു ഡ്രാമ ആക്ട്രസ് ആവുമ്പോൾ കനി പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട് സംഭവം. അത് നമുക്ക് പിന്നെ പലപ്പോഴും എന്നോട് ഡയറക്ടർ പറഞ്ഞു ഒന്ന് കുറയ്ക്ക് ചേച്ചി എന്ന് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് സിനിമ ചെയ്യുന്ന ആൾക്കാരല്ല, നാടകം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാതെ ഒരു പൊടി വന്നു ഭൂമിയിലോട്ട്. അപ്പൊ ഒന്ന് കുറച്ചോളൂ എന്ന് പറയും. അപ്പൊ പറയുന്ന അനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് നമ്മളൊരു സിനിമ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ ആ മീറ്ററിലേക്ക് പോകും.
അതെ സിനിമ ചെയ്യുമ്പോൾ ഡ്രാമ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പം ഇങ്ങനെയൊരു ടോക്കില് കനിയുടെ പേര് കണ്ടപ്പോൾ ഞാൻ ഞാനേ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആക്ച്വലി ക്ലബില്. പക്ഷെ എനിക്ക് കനിയുടെ പേര് കണ്ടപ്പം സംസാരിക്കണം തോന്നി, സംസാരിക്കാൻ സാധിച്ചു. കുട്ടി ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ, ഞാൻ കാണും, നല്ലൊരു ഭാവി കുട്ടിക്കുണ്ട്, എല്ലാം നല്ലത് മാത്രം വരട്ടെ മോളൂ. ബൈ. ആയിക്കോട്ടെ, താങ്ക് യു. താങ്ക് യു അജിത ചേച്ചി. അപ്പോ ധനഞ്ജയ്. കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഓഡിയൻസിലോട്ട് വിളിക്കാൻ തോന്നുന്നു, കാരണം അവർക്ക് ചോദ്യങ്ങളുണ്ടല്ലോ. അതെ അതെ. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 9:15 ആകുമ്പോഴത്തേക്ക് മൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ കനി? കുഴപ്പമില്ല, പോട്ടെ, എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പൊ ഓഡിയൻസിലോട്ട് പോവാന്ന് വിചാരിക്കാം. അതെ, ഒന്ന് ഹാൻഡ് റൈസ് ഓണാക്കാം. ഓണാക്കിട്ടുണ്ട്. ഒന്ന് ആഡ് ചെയ്യണേ. ഒന്ന് ആഡ് ചെയ്യണേ. വരുന്നവർ ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഹാൻഡ് റൈസ് ഓഫ് ചെയ്യാണ്. 5 പേരായിട്ടുണ്ട്. ഹാൻഡ് റൈസ് ഒന്ന് ഓഫ് ചെയ്യാണ്. ആദ്യം അനുശ്രീ ആണ്. അനുശ്രീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ ചേച്ചി, ഞാൻ ചോദിക്കുന്നത് ഏത് ഏജിലാണ് ചേച്ചി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയത്? പിന്നെ ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുന്നേ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി അനുശ്രീ പറഞ്ഞ മുഴുവൻ കേട്ടില്ല, ആരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നു അനുശ്രീ ചോദിച്ചത് എന്ന് തൊട്ടാണ് കനി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയത്. ആൻഡ് ഈ അത് സെക്കൻഡ് പാർട്ടും എനിക്ക് അത്രയും ക്ലിയർ ആയിട്ടില്ല. എന്നാലും ചോദിച്ചത് വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുന്നേ ചെയ്തിരുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു ചോദിച്ചത്. ഇത് ക്ലിയർ ആയില്ല ആ ഒരു പോർഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്നോട്ടാണ് കനി? എന്നോന്ന് വെച്ചാൽ 25 വയസ്സ് മുതലൊക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ്. അതിന് മുമ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു പൈസ ഒക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നു, പഠിക്കുന്നു. അപ്പം രണ്ടും കൂടെ മിക്സ് ആണ്. പഠിക്കാനുള്ള ചില ഫീസുകളൊക്കെ വീട്ടിൽ നിന്നായിരിക്കും തരുന്നത്. ഒരു 25 വയസ്സ് മുതൽ ഫിനാൻഷ്യലി ഫുള്ളി ഇൻഡിപെൻഡന്റ് ആണ് ഞാൻ. പിന്നെന്തായിരുന്നു ചോദിച്ചത്? അതിന് മുമ്പ് എന്താ ചെയ്തെന്ന് വെച്ചാൽ പഠിക്കുന്നു. നമ്മൾ 25 വയസ്സിലൊക്കെ പഠിക്കണ്ടേ അറ്റ്ലീസ്റ്റ്. അപ്പം അതുവരെയൊക്കെ പഠനം, ഇടയ്ക്കൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെ. 25 വയസ്സിന് ശേഷം പിന്നെ ചോദ്യം ചോദിച്ച അദ്ദേഹം പോയെന്ന്, നെറ്റിന്റെ ഒരു ഇഷ്യൂ കാരണം പോയെന്ന് തോന്നുന്നു. അടുത്തത് മനുവിലോട്ട് വേണം. പോകുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് എനിക്ക് ചെറിയൊരു ആഡ് ഓൺ ഉണ്ടായിരുന്നു കനി. വേറൊന്നല്ല, മൈത്രൻ സാർ ഒരിക്കലും ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20 വയസ്സായപ്പോഴാണ് 20 വയസ്സായപ്പോ കനിക്ക് ഒരു ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 18 വയസ്സില്. അതെ, 18 വയസ്സില്. അതിനുശേഷം 2 കൊല്ലം കൂടി മൈത്രൻ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പൂർണ്ണ സ്വതന്ത്രയായിട്ട് ഉള്ളൊരു വ്യക്തിയാണ് കനിയെന്ന് മൈത്രൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ആ ഒരു കത്തിൽ എന്തായിരുന്നു ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ധനഞ്ജയ്. അത് പിന്നെ ഖനി അത് വാൾ സമയത്ത് ഫേസ്ബുക്കിലോ എവിടെയോ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ കനി? ഓക്കെ, ആ ഒരു കത്ത് കിട്ടിയപ്പോ എന്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കത്ത് കിട്ടിയപ്പോ കനി എന്താണ്, കനിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കത്ത് കിട്ടിയപ്പോ ഞാൻ കരഞ്ഞു. പ്രതികരണം എന്റെ ദൈവം, ഇതൊക്കെ എന്തൊരു ചോദ്യം. എന്തായിരുന്നു എന്റെ ഒരു, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ കരഞ്ഞു. സന്തോഷം വന്നിട്ട് കരച്ചിൽ വന്നിട്ട് നമ്മൾക്കറിയില്ലേ, അങ്ങനെ. കത്ത് കിട്ടിയെന്ന് വെച്ചാൽ, ഈ കത്ത് കിട്ടുന്ന ദിവസം മറ്റേ ബോംബ് ഇട്ട പോലെ അല്ല കത്ത് വരണേ. ആ ഒരു കത്ത് 18ാമത്തെ വയസ്സിൽ കിട്ടുമ്പോ ആ ഒരു കത്തിലേക്ക് എത്തുന്ന ഒരു വഴിയിലാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. നമ്മള് 18ാമത്തെ വയസ്സിൽ മൈത്രേയൻ പെട്ടെന്ന് വരികയും ഒരു കത്ത് തരികയും ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. 18 വയസ്സ് വരെ മൈത്രേയൻ വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കും, നമ്മൾ നടക്കാൻ പോകുമ്പോൾ സംസാരിക്കും, നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും, നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്താ നീ അങ്ങനെ സംസാരിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും മൈത്രേനും ഞാനും ജെയ്സി ചേച്ചി അതെ ഞങ്ങൾ 3 പേരും കൂട്ടുകാരെ പോലെ തന്നെ നിരന്തരം സമ്മതിക്കുന്ന ആളുകളാണ്. അപ്പൊ അതില് 18ാമത്തെ വയസ്സിൽ മൈത്രേയൻ കത്ത് തരുമ്പോൾ എനിക്ക് ആ കത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യവും അപരിചിതമല്ല.
അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതൊരു കൾമിനേഷൻ പോലെ, അപ്പൊ നമുക്കൊരു ഓവർവെൽമിംഗ് ആയിട്ട് സങ്കടം വന്ന് ഇങ്ങനെ സന്തോഷം കൂടി സങ്കടം വന്ന് ഇങ്ങനെ ഒരു കരച്ചിലുണ്ടാവില്ലേ, അത് ശരിക്കും നമ്മൾ കാര്യമായിട്ട് പറഞ്ഞാണ്. എനിക്ക് സന്തോഷം എന്താ എനിക്ക് അറിഞ്ഞൂടാ, ഒരു സമ്മിശ്രമായ വികാരമായിരുന്നു. മൈത്രേയൻ പിന്നെ എനിക്ക് തോന്നുന്നു അതിനുശേഷം പരിപൂർണ വ്യക്തിയാണെന്ന് മൈത്രേയൻ ഉദ്ദേശിച്ചിട്ടുള്ളപ്പോ മൈത്രേയൻ അത് കഴിഞ്ഞിട്ട് മൈത്രേയന് ആൻസെസ്ട്രലി കിട്ടിയിട്ടുള്ള പൈസയൊക്കെ മുഴുവൻ എനിക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. അല്ലാണ്ട് മൈത്രേയൻ എനിക്ക് മാത്രമല്ല, മൈത്രേയൻ അറിയാവുന്നവർക്കൊക്കെ സാമ്പത്തികമായിട്ട് സഹായം വേണ്ടിയിട്ടുണ്ടെങ്കിൽ മൈത്രേയന്റെ കയ്യിലുണ്ടെങ്കിൽ മുഴുവൻ കൊടുക്കുന്ന തരം ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് പൈസ ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത് ഞാൻ തരും, നിനക്ക് വേണ്ടെങ്കിൽ വേറെ പഠിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് മൈത്രേയൻ. അപ്പം ഞാൻ എനിക്കിങ്ങനെ പഠിക്കാൻ പോകാൻ പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് ജയശ്രീ ചേച്ചി മൈത്രേയനും കൂടി തന്നെ പൈസയൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്. അത് 18 വയസ്സിന് താഴെയല്ല, 18 വയസ്സിന് ശേഷമാണ് തന്നിട്ടുള്ളത് അവർ രണ്ടുപേരും. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല മൈത്രേയൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇപ്പൊ 18 വയസ്സ് വരെ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ മൈത്രേയനോട് ചോദിച്ചിട്ടും ബാക്കിയുള്ള കുട്ടികളെ പോലെ നമ്മൾ അച്ഛനും അമ്മയോട് ചോദിക്കില്ലേ, അതേപോലെ ചോദിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ അവരുടെ അഭിപ്രായം പറയും, അവർ പറയും ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഇതിനെ ഞങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നോ എന്താണെങ്കിലും അവർ പറയും. 18 വയസ്സ് വരെ. 18 വയസ്സിന് ശേഷം വെച്ചാല് എനിക്ക് തീരുമാനിക്കാം എന്തും. അതിലും അവരുടെ അഭിപ്രായം ചോദിച്ചാൽ അവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയും, അല്ല യോജിപ്പാണെങ്കിൽ അതും പറയും. പക്ഷെ അത് നമ്മൾ ചോദിച്ചാൽ പറയും. അതിനു മുമ്പ് വരെ പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കുന്നതിൽ അവരും കൂടി ഉണ്ടാവും. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് വരെ ഞങ്ങളാണ് വളർത്തുന്നത്, അപ്പൊ പരിപൂർണമായിട്ട് നിനക്ക് എന്തും ചെയ്യാം, നിനക്ക് അങ്ങോട്ട് അങ്ങനെയല്ല, നെഗോഷിയേറ്റ് ചെയ്യുക, വീട്ടിൽ ഞങ്ങൾക്കും അത് ബോധ്യം വരുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷെ ഇഷ്ടമുള്ള അതേസമയം സാധാരണ വീട്ടിലുള്ള പോലത്തെ നെഗോഷിയേഷൻസ് അല്ല. എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് പഠിക്കാൻ പോകാൻ എതിര് നിൽക്കുകയോ അങ്ങനെയൊന്നും നിൽക്കാറില്ല മൈത്രേയൻ ചേച്ചി. ഇപ്പൊ എന്താ പറയാ, ഒരു അച്ഛൻ അമ്മ വളർത്തുന്നതിന്റെ അവർക്ക് തീരെ യോജിക്കും. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് തുണി അയൺ ചെയ്തിട്ടിടുന്ന ഇഷ്ടമല്ല. ഇത് വളരെ ഒരു സില്ലി എക്സാമ്പിൾ ആണ്, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ചെറുതിൽ അവർ പറയും ഞങ്ങളുടെ കൂടെ പുറത്ത് വരണമെങ്കിൽ നീ അയൺ ചെയ്തിട്ടിട്ട് വന്നാൽ മതി, 18 വയസ്സ് കഴിഞ്ഞ് നീ അയൺ ചെയ്യാതെ ഇടുക, അയൺ ചെയ്ത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അങ്ങനെയായിരുന്നു. അതായത് ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ പവർ ഉണ്ടായിരുന്നത്. അവരും അപ്പൊ എന്റെ എല്ലാ ഇഷ്ടവും തോന്നിയ പോലെ അങ്ങനെ ചെയ്യാൻ 18 വയസ്സ് വരെ പറ്റിയിട്ടില്ല. 18 വയസ്സിന് ശേഷം ഞാൻ ഇപ്പൊ അയൺ ചെയ്യാണ്ട് ഉടുപ്പിട്ടിട്ട് കൊള്ളാവോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ മോശമായിട്ട് തോന്നുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, അങ്ങനെ ആയിരിക്കും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. ആ ഒരു രീതിയിലായിരുന്നു എന്നേ ഉള്ളൂ. പിന്നെ കത്ത് കിട്ടിയപ്പോ ഈ പറഞ്ഞ പോലെ കത്ത് എന്ന് പറയുന്ന ആ ഒരു ദിവസം വരുന്ന കാര്യമല്ല. അത് ഞാൻ പറയേ 18 വയസ്സ് വരെ ഞാൻ മൈത്രേയനാണ് കൂടുതൽ സമയം, ജയശ്രീ ചേച്ചിയേക്കാൾ കൂടുതൽ സമയം എനിക്ക് തന്നിട്ടുള്ളത്. കാരണം ജയശ്രീ ചേച്ചിയാണ് ഞങ്ങൾക്ക് വീട്ടില് ഭക്ഷണത്തിനുള്ള പൈസ കൊണ്ടുവരുന്ന ആള്. ജയശ്രീ ചേച്ചിയാണ് ജോലി എടുക്കുന്ന ആ രീതിയിൽ. മൈത്രേയനാണ് സാധാരണ എന്താ പറയാ കുളിപ്പിക്കുന്ന മുതൽ എന്താ പറയാ അപ്പി വരുന്നത് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്റേത് വേറെ തരത്തില്. അപ്പം എല്ലാ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്ന മൈത്രേയനും ജയശ്രീ ചേച്ചി ജോലി എടുത്ത് പൈസ കൊണ്ടൊന്ന് ജീവിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് വളർന്നിട്ടുള്ളത് ഒരു ആദ്യത്തെ കുറെ നാള്. പിന്നെ ഒരു 7-8 വയസ്സ് വരെ എനിക്ക് ഒരു 8 മുതൽ 17-18 വയസ്സ് വരെ വെച്ചാൽ അവർ രണ്ടുപേരും ചെറിയ ചെറിയ ജോലികൾ ചെയ്തിരുന്നു. അതിൽ ഒരു വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോവുകയും അങ്ങനെയൊക്കെ രണ്ടുപേരും ഈക്വലി ഉണ്ടായിരുന്നു സമയം തരാൻ. അപ്പം എപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കത്തൊരു അത്ഭുതത്തിലല്ല വന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പൊ എനിക്കതൊരു ഓവർവെൽമിങ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഫേസ് ലൈഫിൽ കഴിഞ്ഞു. ഇനി ഞാനും ഉത്തരവാദിത്വം എടുക്കണം. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം കൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എപ്പോഴും അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള അല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തുകയാണല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ മൈത്രേയൻ അതിൽ എഴുതിയിരിക്കുന്നതില് ഇങ്ങനെയുണ്ട്, ഈ നിന്റെ അവകാശം, അതായത് നമ്മളൊരു ഇന്ത്യൻ പൗര എന്നുള്ളതിൽ അവകാശങ്ങൾ പറയുന്നുണ്ട്. ഈ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഏതൊരു സമരത്തിനൊപ്പം ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ വായിക്കാൻ നമുക്ക് കരച്ചിലും സന്തോഷം എന്തൊക്കെ വരുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുശേഷം എന്ന് പറയുമ്പോൾ മൈത്രേയൻ എപ്പോഴും മൈത്രേയൻ എനിക്ക് എന്തോ ഒരു സുഖമില്ല ഇങ്ങോട്ട് വരാമോ എന്ന് വെച്ചാൽ ഇപ്പൊ വരും. ഇപ്പൊ ഞാൻ ഈ കട്ട് ചെയ്തിട്ട് വിളിച്ചാൽ മൈത്രേയൻ ഇപ്പൊ വരും. അങ്ങനെയാണ് മൈത്രേയൻ എന്നും ഉണ്ടായിട്ടുള്ള. ജയശ്രീ ചേച്ചി അതെ, രണ്ടുപേരും അതെ. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരു ഫുള്ളായിട്ട് ഒരു നെഗോഷിയേഷനും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്റെ കാര്യം, എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഞാനാണ് മുന്നോട്ടെടുക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനു ഹായ്, എന്റെ മനു പെൺകുട്ടിയാണ്. മനസ്സിലായി. വേറൊരു മനു ആണിന്റെ ഫോട്ടോ നിന്നു. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി ഞാൻ ഏത് മനുവിലേക്കാണ്. അതെ
ഓക്കെ. എന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ 2 സ്ഥലങ്ങളിലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒന്ന്, ഇപ്പോ ഒരു സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നു. അത് ഒരു മെയിൽ ക്യാരക്ടർ ട്രാൻസ്ജെൻഡറിന്റെ വേഷമിട്ട് അഭിനയിക്കുന്നു. അതുപോലെ ഇപ്പൊ ഫാമിലി മാനിലാവട്ടെ സമ്മാനത്ത വന്നിട്ട് ഒരു ബ്രൗൺ ഗേളിന്റെ ക്യാരക്ടർ അഭിനയിക്കുന്നു, പക്ഷെ സ്കിൻ ടോൺ ബ്രൗൺ ആക്കുന്നു. അതിനോട് പലർക്കും എതിരഭിപ്രായമുണ്ട്. പലരും അത് സംവിധായകന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് കനിക്കുള്ള അഭിപ്രായം എന്താണ്? ഞാൻ ഒന്ന് ഫാമിലി മാൻ കണ്ടിട്ടില്ല, അപ്പൊ എനിക്ക് എന്താ അറിയില്ല. ഈ ആദ്യം പറഞ്ഞത് പറയാം. ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിൽ ഫീമെയിൽ ടു മെയിൽ, മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവർ, ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ളവർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ട്രാൻസ്ജെൻഡർ പേഴ്സണിൽ മെയിൽ ആയിട്ട് ഫീമെയിൽ ടു മെയിൽ ആയ അല്ലെങ്കിൽ മെയിൽ ടു ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾ, അതിൽ ആക്ടേഴ്സ് ആയിട്ടുള്ളവർ ചിലപ്പം മെയിൽ ക്യാരക്ടർ ചെയ്യാനും അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടർ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു അവസരം ആരും കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ, ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു കഥയിൽ എഴുതുകയാണെങ്കിൽ ആ അവസരവും അവർക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ പിന്നെ എവിടെയാണ് അവസരം കിട്ടുന്നതെന്ന് അറിയില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് ഉറപ്പായിട്ടും. എനിക്ക് പലതവണ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ഹിന്ദി ഇതിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓഡിഷൻ ചെയ്ത് എടുക്കണം, അല്ലാതെ ഇതുപോലെ അതൊന്നും നോക്കാണ്ട് ആരെയും ട്രൈ ചെയ്യാണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ നേരെ വന്ന് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അവര് നോക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല നോക്കുന്നുണ്ടോന്ന്. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് അതിനോട് എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ലോകമായി കഴിഞ്ഞാൽ ഓക്കെ, ഏതും. ഇപ്പം ഒരു നടി, ഞാനൊരു ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കും ഞാൻ എന്നെ. അപ്പം എനിക്കൊരു മെയിൽ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതും ആസ് ആൻ ആക്ടർ ഒരു ചലഞ്ചാണല്ലോ ചെയ്യാൻ. അപ്പം നാടകത്തിലൊക്കെ ചില സമയത്ത് നമ്മൾ ആണായിട്ട് അഭിനയിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ചലഞ്ചാണ്. ഇതിപ്പം ഒരാൾക്ക് നീ എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു നമ്മൾ കൊള്ളാലോ എന്നൊക്കെ തോന്നാലോ. അപ്പൊ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ കിട്ടുന്ന ഒരു ലോകത്ത് മാത്രമേ അതത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുള്ളൂ. അല്ല എങ്കിൽ നമ്മള് ആളുകൾക്ക് അവസരമേ കിട്ടാത്തൊരു സ്ഥലത്ത് നമ്മൾ അതും കൂടി എടുക്കുന്ന ഒരു സ്ഥലം പോലെ ഇരിക്കും. അപ്പം അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, ഈ പറഞ്ഞ പോലെ ബ്രൗൺ സ്കിൻ വേണ്ട ഒരു ക്യാരക്ടർ ആണെന്ന് ഉണ്ടെങ്കിൽ പിന്നെ ബ്രൗൺ സ്കിൻ മേക്കപ്പ് ചെയ്തിട്ട് പോവുക എന്നുള്ളത്. അപ്പൊ അതിലിപ്പോ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു കഥ പശ്ചാത്തലം, ഒരാള് ഇപ്പൊ കാസ്റ്റ് അവെയിൽ സിനിമയിൽ ടോം ഹാങ്ക്സ് ഇങ്ങനെ ഒരു ഐലൻഡിൽ പെട്ടുപോകണം. അപ്പൊ കഥയിൽ അയാൾ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോ ടാൻ ആയി, അല്ലെങ്കിൽ ഒരിടത്ത് ഭക്ഷണം കിട്ടാണ്ടായി എന്തോ ആവുന്നു. അപ്പം നമ്മൾ മേക്കപ്പ് ഇട്ട് മാറ്റുന്നതും ത്രൂ ഔട്ട് ഒരു സിനിമയിൽ ഒരാള് ഈ സ്കിൻ ടോണിൽ കാണപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് വേറൊരു ആ സ്കിൻ ടോണില്ലാത്ത ഒരു ആക്ടറിനെ വിളിച്ച് അത് കളർ ഉണ്ടാക്കി കൊടുക്കുന്നത് ചെയ്യണോ? കാരണം ഒന്നാമത് എല്ലാ സ്കിൻ ടോണിലുള്ള ആക്ടേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യണത്? പിന്നെ എല്ലാ സ്കിൻ ടോണിലുള്ള ആക്ടേഴ്സിന് അവസരങ്ങൾ കിട്ടുന്നില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൂടുതൽ ഫെയർ സ്കിൻ ടോൺ ആയിട്ടുള്ളവർക്കാണ് കിട്ടണത്. അപ്പൊ അങ്ങനെ ഒരു ഇത് നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എനിക്കും അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കഥ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാസ്റ്റ് അവെയിലുള്ള ടോം ഹാങ്സിന്റെ പോലെ ചില കഥ, ചില പശ്ചാത്തലം, ചിലയിടത്ത് മേക്ക് അപ്പ് എന്ന് പറയുന്നത് ആ ക്യാരക്ടറിലേക്ക് ആകാനുള്ള മേക്കിംഗ് അപ്പ് ആണ്. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സുന്ദരിയാക്കാനുള്ളത് മാത്രമല്ല, മേക്കപ്പ് ഒരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കഥാപാത്രം ഒരാളാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്നാണ് മേക്കപ്പ്. ആ മേക്കപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു എന്തൊരു കാലത്തിന്റെ മാറ്റം, ആ കഥാപാത്രത്തിന്റെ ജീവിതയാത്രയിൽ അവരെവിടെയോ ആ ഒരു കാര്യത്തിന് വേണ്ടി എത്തിക്കുന്നതും, സിനിമ അല്ലെങ്കിൽ കഥ തുടങ്ങുന്ന സമയം മുതൽ അവരിയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പം അവരെ ഇങ്ങനെ കളർ ഇങ്ങനെ ആക്കാം. അപ്പൊ ഈ സ്കിൻ ടോൺ പ്രോബ്ലം നിലനിൽക്കുന്ന ഒരു ലോകമായതുകൊണ്ടാണ്. അങ്ങനൊന്നും അല്ല എല്ലാവർക്കും എല്ലാം ചെയ്യാൻ എപ്പോഴും അവസരം എല്ലാത്തിനും കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു ലോകം അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായിട്ടും സംസാരിക്കും. ഓക്കെ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. സെക്കൻഡ് 100% ഞാൻ അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വരുമ്പോ പല ട്രാൻസ്ജെൻഡേഴ്സും അഭിനയിക്കാൻ തയ്യാറല്ലാത്തവരുണ്ട്. പലർക്കും ഡയറക്ടേഴ്സിന്റെ വിഷൻ അനുസരിച്ച് അഭിനയിക്കാൻ കഴിയാത്തവരുണ്ട്. അപ്പൊ ഒരു ഡയറക്ടറുടെ വിഷൻ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ അതില്? മനു ഓഡിഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അയ്യോ ഇല്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ പറയുന്നത്?
ഞാൻ കണ്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആക്ടേഴ്സ് എക്സലന്റ് ആണ് എല്ലാവരും. എനിക്ക് ഒരാളെ പോലും ഇല്ല ഞാൻ കണ്ടുള്ള ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ടേഴ്സ് എല്ലാവരും, ഞാൻ കണ്ടുള്ള സിനിമയിൽ കണ്ടുള്ളവരും ഓഡിഷൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതും എക്സലന്റ് എന്ന് വെച്ചാൽ എന്ത് രസമാണ് അവർ അഭിനയിക്കണേ. അയ്യോ, എനിക്ക് ഇതുവരെ ഒരാളെ പോലും മോശം പറയാൻ പറ്റിയിട്ടില്ല. അപ്പം അത് നമുക്ക് അങ്ങനെ വെറുതെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല അങ്ങനല്ല. ഇപ്പൊ ഡയറക്ടർ സുധ വന്നിട്ട് നമ്മുടെ ജയറാമിന്റെ മകനെ വെച്ച് അഭിനയിപ്പിക്കുമ്പോ അതിന്റെ മുന്നേ ഒരുപാട് പേരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. അവര് റെഡി അല്ലായിരുന്നു. ഓക്കെ, കിട്ടിയില്ല. ഓക്കെ, അപ്പൊ അത് ഒരു ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം അങ്ങനെ അയ്യോ മനു കേൾക്കുന്നില്ല. മനു മ്യൂട്ട് ആയിട്ടുണ്ട് ഒന്ന്. സോറി. ഇല്ല, എന്താ ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് ഇപ്പം ജയറാമിന്റെ മകനെ വെച്ച് അഭിനയിപ്പിക്കുമ്പോ അവർക്ക് ആളെ കിട്ടിയില്ല. അപ്പൊ അവര് കാളിദാസിനെ വെച്ച് അഭിനയിപ്പിച്ചു. എന്നിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടും അവർക്ക് ക്രിറ്റിസിസം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് ട്രാൻസ്ജെൻഡേഴ്സിനെ വെച്ച് അതൊക്കെ വളരെ ഒരു സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇപ്പം അതെനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. കാരണം അത് എന്താന്ന് വെച്ചാല് ഐ മീൻ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഇറ്റ്സ് ഡിസ്കസിങ് സോ ദാറ്റ് ദ നെക്സ്റ്റ് പേഴ്സൺ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ദ തിങ് ഈസ്, ഇപ്പൊ അരുവി എന്ന് പറയുന്ന സിനിമ ആയിട്ടൊന്നും ഈ കാളിദാസൻ അഭിനയിച്ച സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് ആള് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിട്ടാണോ അഭിനയിക്കണേ എനിക്ക് അറിയില്ല കേട്ടോ. സോ ഞാൻ കണ്ടിട്ടില്ല. അരുവി എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ട് അദിതി അഭിനയിച്ച നായിക അദിതി ചെയ്ത ക്യാരക്ടറിന്റെ കൂടെ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ക്യാരക്ടർ ഉണ്ട്. അതിന് ആക്ച്വലി എന്നെയാണ് ആദ്യം കാസ്റ്റ് ചെയ്യാൻ വന്നിരുന്നത്. അത് ആദ്യം കാസ്റ്റ് ചെയ്യാൻ വന്നതല്ല, അതിന്റെ ഡയറക്ടർ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്തപ്പോ ഇപ്പൊ പറഞ്ഞ സെയിം പ്രോബ്ലം ആണ്. അതായത് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ ആക്ടിങ് ഒക്കെ. അപ്പൊ എന്നെ കിട്ടിയപ്പോ അരുൺ പറഞ്ഞു കനിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷെ കനി സിനിമ ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്ന് വരെ ഞാൻ ഓഡിഷൻ ചെയ്യാൻ പോവാണ്. ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണെ കിട്ടിയാൽ അവരെ തന്നെ ഞാൻ ചെയ്യുള്ളൂ. അപ്പം ആൻഡ് ദാറ്റ് ഇസ് റൈറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് ദ കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് അവസാനം അവർക്ക് കിട്ടിയ ഒരാളെ, ആൻഡ് ആ ഒരു ആർട്ടിസ്റ്റ് ആണ് ചെയ്തത്. ട്രാൻസ്ജെൻഡർ പേഴ്സണൽ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ചെയ്തത്. അപ്പം ചിലപ്പോ ഈ ഡയറക്ടറിന് കിട്ടാത്തത് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അത് എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ ട്രൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ എനിക്ക് 3 or 4 സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. അവര് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോ പോയി അന്വേഷിക്കാണ്ട് ഡയറക്ട്ലി എന്റെ അടുത്ത് വന്നിട്ട് ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 3 to 4 പ്രോജക്ട്സ് വന്നിട്ടുണ്ട് എന്റെ അടുത്ത് തന്നെ. അപ്പൊ എനിക്ക് ഈ പെർട്ടിക്കുലർ കേസ് എനിക്ക് അറിയില്ല. ഇപ്പൊ ചിലപ്പോ പോയിട്ട് ഒരു ഓഡിഷൻ ചെയ്യുമ്പോഴും ഒരാളെയും കിട്ടിയില്ല, അപ്പൊ ചെയ്തു, അത് ഡിഫറെന്റ് കേസാണ്. അപ്പൊ എനിക്ക് അതിനെ പറ്റിട്ട് പറയാൻ അറിയില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ മനു, താങ്ക് യു. അപ്പൊ ഞാൻ അടുത്തൊരാളിലേക്ക് പോവാണ്. ഗംഗ. ഹായ് കനി, ഞാൻ കഴിഞ്ഞ ദിവസമാണ് മഹാറാണി സീരീസ് കണ്ടത്. എനിക്ക് കാവേരി ശ്രീധരനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു കഥാപാത്രം ആവുന്നതിന് മുമ്പ് കനി എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടോ? രണ്ടാമത്തത്, ഇനി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് പാക്കപ്പ് ആവുമ്പോ ഒരു കഥാപാത്രം പിന്നെയും അത് കനീനെ പിന്തുടരുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എന്റെ വല്ല അയ്യോ, അങ്ങനെയൊന്നും പിന്തുടരുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവല്ലേ. അല്ലെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് കൈവിട്ട പോലെയാണ്. അയ്യോ, ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് ഹോംവർക്ക് ഉള്ളത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ. പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം സമയത്താണ് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാൻ പോകുമ്പോ ആ സമയം കിട്ടിയിട്ടുള്ളത് എനിക്ക് ഒരു നടി എന്നുള്ള നിലയിൽ. എക്സെപ്റ്റ് ഒരു വർക്ക്, ബാക്കി എല്ലാ വർക്കിനും ഈ പറഞ്ഞ പോലെ അവസാന നിമിഷം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ മുന്നൊരുക്കങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അപാകതകളെല്ലാം അതിലുള്ള പോലെ തന്നെ, കൺസിസ്റ്റൻസി ഇല്ലായ്മ, ചില സമയത്ത് ക്യാരക്ടറാണ്, ചില സീൻ നോക്കുമ്പം ഒരു ക്യാരക്ടറും ഇല്ല, അതേണ്ട പോയി കിടക്കുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അത് ഇനിയിപ്പോ ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലും എത്രത്തോളം ഉണ്ടാവും അറിയില്ല, എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ആവും ഉറപ്പായിട്ടും. അപ്പം ക്യാമറയുടെ മുമ്പിൽ എനിക്കത് ചെയ്യാൻ അത്ര അവസരം ഉണ്ടായിട്ടില്ല കേട്ടോ. നാടകത്തില് പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം നാടകത്തിന് എനിക്ക് അതിനുള്ള സമയം കിട്ടാറുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കും. അതിന് അത്രയും സമയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ആ പറഞ്ഞ ബാലമുരളി, അതില് ആ കുട്ടി അതിന്റെ ടൈം കൊടുത്തിട്ടുള്ളതിന്റെ എഫക്ട് ശരിക്കും കാണാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അല്ലെങ്കിൽ എല്ലാ സിനിമയിലും എല്ലാവരും ഒരേപോലെ അഭിനയിക്കുന്നു, പിന്നെ അത് കാണാൻ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഓരോ സിനിമയിലും എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഉള്ളത് കൊണ്ടുവരുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അത് നമുക്ക് അങ്ങനത്തെ സമയം ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. എനിക്കിതൊരു അങ്ങനെ അത്ര ഒരു സമയം ഈ പറഞ്ഞ നമ്മളെ അവസാന നിമിഷം വിളിക്കുന്നുണ്ട് പലപ്പോഴും കിട്ടാറില്ല.
പിന്നെന്തായിരുന്നു രണ്ടാം ചോദിച്ച ചോദ്യം? പിന്തുടരുന്നുണ്ട്. ഇല്ലില്ലില്ലില്ല. ഞാൻ നാടകം പഠിച്ചൊരു വ്യക്തിയാണ്. നമ്മൾ അതിനുള്ള കൃത്യമായിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിലോട്ട് പോവുകയും അതിന്ന് പുറത്തിറങ്ങേണ്ടതും ആണ് അതിന്റെ പ്രധാനമായ പഠനം. ഇല്ലെങ്കിൽ ശരിക്കും മനസ്സിന്റെ താളം തെറ്റാൻ വഴിയുണ്ട്. നമ്മൾ ഒരു സൈഡിൽ കൂടി മനസ്സും കൂടി വെച്ചുള്ള കളി തന്നെയാണ് അഭിനയം എന്ന് പറഞ്ഞ് 100% അങ്ങോട്ട് അഭിനയിച്ച് ജീവിച്ച് കുത്തിക്കൊല്ലുന്ന സീനിൽ ശരിക്ക് കത്തിയെടുത്ത് മറ്റൊരാളെ കുത്തിക്കൊല്ലുകയോ അല്ലെങ്കിൽ എന്താ പറയുക, അഭിനയിക്കുക തന്നെയാണ്, അല്ലാതെ അങ്ങോട്ട് ജീവിക്കുകയല്ല. അപ്പം ആ ഒരു കാര്യം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെ പഠനം. അപ്പം പരിപൂർണമായിട്ട് മനസ്സിന്റെ താളം തെറ്റി അങ്ങോട്ട് ആ കഥാപാത്രമൊക്കെ ആയിപ്പോയി പിന്നെ പാക്കപ്പ് കഴിഞ്ഞ് കഥാപാത്രമായിട്ട് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര മെന്റൽ ഹെൽത്തിന് നല്ലതാണോന്ന് എന്റെ മെന്റൽ ഹെൽത്തിന് എന്തായാലും നല്ലതല്ല. മെന്റൽ ഹെൽത്ത് വീക്കായിട്ടുള്ള ആളുകൾക്ക് അത് കുറച്ച് കൂടുതൽ പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പഠിക്കേണ്ട ആവശ്യം, ക്രാഫ്റ്റ് പഠിക്കേണ്ട ആവശ്യം. നമ്മൾ എവിടെ വരെ കൊടുക്കണം, എവിടെ കട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എത്ര ഇൻവോൾവ് ആയിരിക്കണമെങ്കിലും നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം നമ്മള്. അവര് ഓൾമോസ്റ്റ് മറ്റൊരാളായി മാറി എന്ന് തോന്നുന്ന വരെ തോന്നിപ്പിക്കണം ഓഡിയൻസിനെ കൊണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ മറ്റൊരാളായിട്ട് മുഴുവൻ മാറുകയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സീനില് ചില സമയത്ത് അങ്ങനെ ആയിപ്പോവാട്ടോ. അങ്ങനെ ആക്ടേഴ്സ് ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഒക്കെ ആകാം ചില മൊമെന്റ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് ഓരോ സിനിമയിൽ അഭിനയിക്കാൻ പോവുക അല്ലെങ്കിൽ ഓരോ സീനും അഭിനയിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും അത് മനസ്സിനെ ബാധിക്കും. അതിനേക്കാളും ബെറ്റർ എപ്പോഴും കൺട്രോൾ ഉണ്ടായിരിക്കുന്നതാണ്. ചില സീൻ ചില സമയത്ത് ചിലത് ചെയ്യുമ്പോൾ അങ്ങനെ കൈവിട്ട് പോകുന്നത് ഉണ്ടാവാം. അല്ലാതെ പാക്കപ്പ് കഴിഞ്ഞിട്ട് അതേപോലെ വന്നാലൊക്കെ ഭയങ്കര ടയർഡായിരിക്കും. നമ്മള് പാക്കപ്പ് കഴിഞ്ഞിട്ട് അതേ കഥാപാത്രം. പിന്നെ ചില ക്യാരക്ടേഴ്സ് നമ്മളിൽ നിന്നും ഒരുപാട് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അപ്പൊ നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും വിട്ടുമാറി ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസി ഇല്ലാതാവുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില ആക്ടേഴ്സ് ത്രൂ ഔട്ട് ഷൂട്ടിന്റെ സമയത്ത് അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ നിൽക്കാം. കാരണം അപ്പൊ എനിക്ക് അതിൽ തന്നെ ആ ഒരാളായിട്ട് തന്നെ ഒരു മാസം അങ്ങോട്ട് ജീവിക്കാം എന്ന് വിചാരിക്കും. അതൊരു അഭിനയിക്കാനുള്ള സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമുക്ക് ഇതിലൊരു പ്ലഷർ കണ്ടെത്തുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനത്തേനല്ല. നമുക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന ഒരാളാകുമ്പോൾ നമ്മൾ ഇനഫ് റിഹേഴ്സലിനുള്ള ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ അത് ഷൂട്ട് ചെയ്യാത്തപ്പോഴും ഒക്കെ അതിൽ തന്നെ ഇരിക്കുക, കോസ്റ്റ്യൂമിൽ ഇരിക്കുക, ആ ഒരു ചിന്തയിൽ ഇരിക്കുക, കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ അധികം ഒന്നും ബഹളമില്ലാണ്ട് അതിന്റെ ഒരു രീതിയിൽ കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യേണ്ടി വരും. ചില പ്രോജക്റ്റുകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊരു എല്ലാ പ്രോജക്റ്റും ഡിമാൻഡ് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ എപ്പോഴും അങ്ങനെ മനസ്സിനെ അത്രയും വെച്ച് കളിക്കേണ്ട കാര്യമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, നാടകത്തിൽ നിന്ന് വരുന്നതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരു കഥാപാത്രമൊന്നും അല്ല നാടകത്തിലൊക്കെ ചെയ്യുക. വളരെ റിയലിസ്റ്റിക് നാടകത്തിൽ പോലും 1, 2, 3 കഥാപാത്രങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എക്സിറ്റ് ചെയ്ത ഉടനെ തന്നെ വേറൊരാളായിട്ട് കയറി വരേണ്ടി വരും. അതൊക്കെ വെച്ചാൽ നമ്മൾ നിൽക്കുന്ന നിപ്പില് മാറണം, വേറൊരാളായിട്ട് കോസ്റ്റ്യൂം മാറ്റണം, എല്ലാം മാറ്റിയിട്ട് നമ്മൾ ഓടി ഒരാളായിട്ടായിരിക്കും കയറി വരിക. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ്ടേ? അപ്പൊ നിങ്ങളിങ്ങനെ കഥാപാത്രം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റേ കഥാപാത്രമായിട്ട് മാറാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ പാരമ്പര്യ കലകൾ എടുത്തു കഴിഞ്ഞാൽ കഥകളി, കൂടിയാട്ടം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ മാറും. ഒരു കഥാപാത്രമായിട്ട് നിന്നിട്ട് ആ കഥാപാത്രം തിരിഞ്ഞ് മറ്റൊന്നായി മാറാറുണ്ട്. അപ്പോ അത്രയും ഞൊടിയിടയിൽ മാറാനുള്ള പരിശീലനമാണ് അഭിനയം പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടെ പാക്കപ്പ് കഴിഞ്ഞ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു ഗംഗ. അപ്പം കനി, ഓക്കെ, നമ്മളിപ്പോ ഏകദേശം ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. അപ്പൊ കനിക്ക് നേരം കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും എങ്കിൽ അതിനനുസരിച്ച് ബാക്കി കുറച്ച് ഓഡിയൻസ് ഒരു 10-15 മിനിറ്റ് കൂടെ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു 9:40 വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? അപ്പൊ ഞാനൊരു 1-2 പേരും കൂടെ വിളിക്കാൻ തോന്നുന്നല്ലേ? ജിത, അതിനു മുമ്പ് ഞാൻ ഈ ആസ് എ ആക്ട്രസ് എന്നുള്ള രീതിയിൽ കനിക്ക് ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം കാണുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും കഥാപാത്രത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്താൽ എനിക്ക് വലിയ ഒരു ആഗ്രഹമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു ഡയറക്ടറോട് നമുക്ക് ചില ആരാധന ഉണ്ടാവും. ഞാനൊരു ഫിലിം മേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് പത്മരാജൻ എന്ന് പറയുന്ന ഡയറക്ടറോട് ഭയങ്കരമായ ഒരു ആരാധനയുള്ളതാണ്. അപ്പം കനി ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ കനിക്ക് ഇന്നൊരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറും കാണുമല്ലോ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഞാനിത് കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. ഞാൻ പത്മരാജനെ എനിക്ക് ഭയങ്കര, ഇപ്പൊ അനൂപല്ലേ എന്നോട് ചോദിച്ചത്, ഇഷ്ടമാണ്. KG ജോർജിനെ ഇഷ്ടമാണ്. അവരുടെ സിനിമകൾ കാണുമ്പോ അതില് എനിക്ക് ഈ അത്ര കോൺഫിഡൻസ് ഉള്ള ഒരാളല്ല. അപ്പൊ എനിക്ക് ഈ ഒരുപാട് ചെയ്യാനുള്ള കഥാപാത്രത്തിനേക്കാളും
ചെറിയ സീനുകളിലൊക്കെ വന്നു പോകുന്ന ഒരു ചെറിയ കഥാപാത്രം കിട്ടി അത് കയ്യിൽ ഒതുങ്ങണ പോലെ ചെയ്തെടുപ്പിക്കാൻ പറ്റിയെങ്കിൽ, അങ്ങനെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക. അപ്പം ഈ പറഞ്ഞ 2 ഡയറക്ടേഴ്സിന്റെ സിനിമകളിൽ എവിടെയെങ്കിലും അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ ഉർവശി ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങൾ, അത് എനിക്കൊന്നും എല്ലാ നടിമാരുടെ ആഗ്രഹമായിരിക്കും. അത് പക്ഷേ ഉർവശിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനേക്കാൾ നന്നായിട്ടൊന്നും ചെയ്യാനില്ല, എന്നാലും നമുക്ക് ചെയ്യാൻ അത്യാഗ്രഹം തോന്നാലോ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫിലോമിന, മീന. ഫിലോമിന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഫിലോമിന. മലയാള സിനിമ മലയാളം ഇതാണ് കേട്ടോ പറയണേ, എല്ലാം കൂടെ പറയാൻ വയ്യ. ഇപ്പൊ ലോകത്തൊക്കെ വേറെ സിനിമകളൊക്കെ ഉണ്ട് അതല്ല ഉറപ്പായിട്ടും. ചില കഥാപാത്രങ്ങൾ, ഏതെങ്കിലും ഒരു കഥാപാത്രം എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇന്ന കഥാപാത്രം ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്, ഒരു ഇതുണ്ടാവില്ല ഒരു അങ്ങനെ ആക്ട്രസ് എനിക്ക് എന്നുള്ള അടുത്ത കാലത്ത് ഞാൻ തോന്നിട്ടില്ല പോലെ ഈയിടയിലെ നിമിഷയുടെ കഥാപാത്രം എനിക്ക് ഇപ്പൊ ചെയ്യണം എന്നല്ല, അങ്ങനെ ആ ഒരു പ്രായത്തിലൊക്കെ അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. മായനദിയിൽ ഐശ്വര്യയുടെ കഥാപാത്രം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ഫിലോമിനെയും മീന, മേലെ പറമ്പിൽ ആൺവീടിലെ മീനയാണ് കേട്ടോ, മേരി ജോസഫ്. ആ നടിയാണ്. ആ മീനയും ഫിലോമിനെയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രം ചെയ്യണം തോന്നാറുണ്ട്. എന്നുവെച്ചാൽ എന്തൊരു പെർഫോമേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പം ജെൻഡർ ഇല്ലാന്ന് പറയണെങ്കിൽ മാമുക്കോയ, ഇന്നസെന്റ്, ജഗതിയൊക്കെ ചെയ്യണ എല്ലാം ചെയ്യണം. എനിക്ക് കോമഡിയാണ് ഒന്നാമത് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ചെയ്യാനെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനത്തെ പെർഫോമൻസ് ഉള്ള പെർഫോമൻസ് ഒരു ഓൺസോമ്പിൾ, കുറെ ആക്ടേഴ്സിന്റെ ഗിവ് ആൻഡ് ടേക്ക് ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ക്യാരക്ടർ, ആരണ്യകത്തിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അതിനകത്ത് നായികയില്ലേ, ഒരു കഥാപാത്രം, ഹരിഹരന്റെ സിനിമയാണെന്ന് തോന്നുന്നു ആരണ്യകം. ആ കഥാപാത്രം അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സ്ത്രീ കഥാപാത്രം ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് ഇതൊക്കെ തന്നെ ഇപ്പൊ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് മലയാളം. അതുപോലെ തന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ കനിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് തോട്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. എനിക്കങ്ങനെ ഒരാളായിട്ടൊന്നും ഓർമ്മയില്ല. എന്നുവെച്ചാൽ അല്ല, നമ്മളെല്ലാം തനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ എനിക്ക് ഇപ്പം അങ്ങനെ പറയണെങ്കിൽ ലിയാനോർഡ് കോഹന്റെ പോയട്രി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഏറ്റവും അടുത്തിപ്പം നിൽക്കുന്നത് ശരിക്കും റോബർട്ട് സപ്പോൾസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോ സയന്റിസ്റ്റ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. സപ്പോൾസ്കി എന്നാണ് പേര്. ആളുടെ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും എന്താ പറയാ, മനസ്സിന് ഏറ്റവും സമാധാനവും ജീവിതത്തിന് ഏറ്റവും സന്തോഷം തരുന്ന ചിന്തകള് മനസ്സിൽ ഉദ്ദീപിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളാണ് എനിക്ക്. അപ്പം എനിക്ക് അതാണ് ഇപ്പൊ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട്. അല്ലാണ്ട് ലോകത്തുള്ള ഇപ്പം അല്ലാതെ ഇപ്പൊ എനിക്ക് ബഷീർ, എനിക്ക് തോന്നുന്നു പൊട്ടി വിടരാൻ തന്നെ സഹായിച്ചിട്ടുള്ളത് ബഷീർ എഴുതിയിട്ടുള്ള വായിച്ചിട്ടാണെന്ന് അത് ഞാൻ തോന്നുന്നു. ഒരിക്കൽ കേട്ടിട്ടുണ്ട്. ഖനി തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബഷീറിന്റെ നോവലുകൾ വായിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന വിഷയങ്ങളാണെന്നോ ഒക്കെ ഖനി തന്നെ ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കെ സരസ്വതി അമ്മ എന്ന് പറഞ്ഞ എഴുത്തുകാരി, അവരെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. അവര് മരിച്ചുപോയി, അധികം ആരും അവരങ്ങനെ വായിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ബഷീറിനെ ഏറ്റവും ഇഷ്ടം. എനിക്ക് അത്രയും അങ്ങനെ കുറെ പേരുണ്ടാവുമല്ലോ, നമുക്ക് സിനിമയും പോയട്രിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാം എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് കുറച്ചും കൂടി സയൻസ് ഒക്കെ സൈഡുകൾ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ സപ്പോൾസ്കി അദ്ദേഹം മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കും. ഏറ്റവും നമുക്കത് നന്നായിട്ട് മനസ്സിലാവും ചെയ്യും. ഏതൊരു സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അയാളുടെ ക്ലാസ്സുകൾ ഭയങ്കര രസമാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ ഒരുപാട് ഇപ്പൊ നമുക്കിപ്പോ എല്ലാ ദിവസവും ആരെങ്കിലും, നമുക്കിപ്പോ വഴി കൂടെ പോണ ഒരാളും ചിലപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതുവരെയൊക്കെ അല്ലാണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുക, അവരെ ഒന്നുകൂടെ പോയി കേൾക്കാം, ഒന്നും കൂടെ പോയി വായിക്കാം എന്ന് ആലോചിക്കുന്ന മനുഷ്യനെ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഓഡിയൻസിലേക്ക് പോവാം. ജിത. ഓക്കെ, ജെറി ഉണ്ട്. ജെറി. ഹലോ ജിതൻ. ജെറി, കനിയുണ്ട്, കനിയോടുള്ള ചോദ്യം. കനി കുസൃതി ഇപ്പൊ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും കനി കുസൃതി ചെയ്ത എന്തെങ്കിലും കുസൃതികൾ അല്ലെങ്കിൽ രസകരമായ അനുഭവങ്ങൾ. എനിക്കറിയാം ഈ കനി കുസൃതി എന്ന് പേരുകൊണ്ട് തന്നെ ഒത്തിരി തവണ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഈ കുസൃതി എന്നൊക്കെ ചേർത്ത്. എന്റെ പേര് തന്നെ ജെറി എന്നാണല്ലോ. അപ്പം ക്ലബ് ഹൗസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 15 തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട് ടോം എവിടെ, ടോം എവിടെയെന്ന്. അതുപോലെ ഒരു ചോദ്യം ആയി കണക്കാതെ എന്റെ രസകരമായ അനുഭവങ്ങൾ, ഒത്തിരി സീരിയസ് ഡിസ്കഷൻസ് വന്നുകൊണ്ട് തന്നെ ജിജ്ഞാസയുടെ പുറത്ത്. എനിക്ക് ഇങ്ങനെയൊന്നും പറയാറില്ലടാ. എന്തെന്ന് ഒന്നാമത് ഈ കുസൃതി 4-5 തവണ പറഞ്ഞ് എന്നെ വെറുപ്പിച്ചു. ഇനി ദയവ് ചെയ്ത് അത് പറയരുത്, കനിന്ന് പറയണം. താങ്ക് യു. ഞാൻ ഈ പേര് മാറ്റാൻ ഈ ഛർദ്ദിക്കാൻ വരുന്നില്ല. കനിയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ വിലക്കപ്പെട്ട കനി എന്ന് പറഞ്ഞു വെറുപ്പിക്കും.
അല്ല എന്തായാലും അല്ല രസകരമായ എനിക്ക് എന്തെങ്കിലും രസകരമായ അനുഭവങ്ങളില്ല. അങ്ങനെ പറയാൻ എനിക്കറിയില്ല. അങ്ങനെ പറയാൻ എനിക്കറിയില്ല. രസകരമായ അനുഭവങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെ എനിക്ക് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിഞ്ഞൂടാ. സോറി, ഇതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞൂടാ. ജെറി ഓടി തള്ളി. ഓക്കെ. ജെറി സാധാരണ മറ്റു ഗ്രൂപ്പുകളിൽ ഏറി കയറാറുള്ളതാണ്, ഇന്നും ഏറി കയറിയിട്ടുണ്ട്. അപ്പോ ഒരു രണ്ടുപേരും ഒന്ന് അയ്യോ സജിത ചേച്ചിയൊക്കെ വന്നു. ദൈവമേ. സജിത ചേച്ചി വിളിച്ച് കേട്ടിക്കോളൂ. അയ്യോ സജിത ചിലപ്പോ തെറി വിളിക്കട്ടായിരുന്നു. ബ്രോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുമോ? ലൈക്ക് എനിക്ക് ലിസ്റ്റിൽ കാണുന്നില്ല. ഇൻവൈറ്റ് ചെയ്തായിരുന്നു ചേച്ചി. ഇൻവൈറ്റ് ചിലപ്പോ സതീശി വരുന്നുണ്ടാവില്ല, ചിലപ്പോ അവിടെ ഉണ്ടെന്നേ ഉണ്ടാവുള്ളൂ, കേൾക്കുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ കനി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ലൈക്ക് കനി ഇപ്പൊ സിനിമ, നാടകം എന്നതിലപ്പുറത്തോട്ട് കനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെയുള്ള മേഖലകൾ ഏതൊക്കെയാണ്? സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തായിരിക്കും വേറെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ? ചെയ്യാൻ നാടകം, സിനിമകളൊക്കെ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടം ഡാൻസ് ആണ് ശരിക്കും. അതും പക്ഷെ ആർട്ടിന്റെ സൈഡിലുള്ള കാര്യം തന്നെയാണ്. എന്നാലും ചെയ്യാൻ ഏറ്റവും 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 ഇഷ്ടം ഡാൻസ് ആണ്. കാണാനും ഏറ്റവും ഇഷ്ടം ഡാൻസ് ആണ്. പിന്നെ ഈ കുറച്ച് ഏറ്റവും വേറെ തരത്തിൽ ആസ്വദിക്കുന്നത് മ്യൂസിക് ആണ്. ഇതൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ പറയാ, ചെടികൾ നടാൻ ഇഷ്ടമാണ്. അതാണ് എനിക്ക് വേറെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ സിത്താർ പഠിക്കുന്നുണ്ട്, അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു കാര്യമാണ്. ഇതൊന്നും അല്ലാണ്ട് എനിക്ക് ഈ ഒരു ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്, എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രശാഖയുണ്ട്. ആ ഒരു ശാസ്ത്രശാഖയിൽ സംസാരിക്കുന്നതും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. ന്യൂറോ സയൻസ് കുറച്ച് ഇഷ്ടമുള്ള മേഖലയാണ്. അങ്ങനെ അതൊക്കെ കുറച്ച്, ഒരുപാടൊന്നും ഞാൻ വായിക്കാറില്ല, എന്നാലും വായിക്കാൻ ഇഷ്ടമുള്ളത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ, പാട്ട് കേൾക്കാനും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്താ പറയാ, പെയിന്റിങ്സ് എനിക്ക് കാണാൻ ഇഷ്ടം എനിക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ സിനിമ കാണുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വളരെ കുറച്ച് സിനിമകൾ കാണുന്ന ആളാണ് ഞാൻ. തിയേറ്ററിൽ പോകാനൊന്നും വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. എല്ലാവരും തിയേറ്ററിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് വീട്ടിലിരുന്ന് കാണാനാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനെയൊക്കെ പൊതുവെ ചെടി നടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയല്ലേ ഉദ്ദേശിച്ചത്? ഇതാണ്. കാരണം നമ്മളിപ്പോ സിനിമയും നാടകമൊക്കെ സംസാരിക്കുന്നതിനപ്പുറത്തൊട്ട് കനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി. അപ്പൊ അതാണ് ചോദിച്ചത്. എന്തായാലും അതിന് വീടൊക്കെ വൃത്തിയാക്കാൻ വളരെ ഇഷ്ടമാണ്, പക്ഷെ കുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമേ അല്ല. പക്ഷെ അടുക്കി പറക്കി വെക്കാൻ വളരെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അത് വളരെ വളരെ ഇഷ്ടമാണ്. മല്ലറുടെ വീട്ടിൽ പോലും അടുക്കി പറക്കി വെക്കാൻ തോന്നാറുണ്ട്. ആ വിധത്തിൽ കുറച്ച് ഓവറായിട്ട് ഇഷ്ടമാണ്. ഓക്കെ, ഹലോ സജിത ചേച്ചി, ചോദ്യം ഒന്നും ചോദിക്കരുത്. ഞാനൊന്നും ചോദിക്കാൻ വന്നതല്ല, ഞാൻ വെറുതെ നിന്നെ കാണാൻ വന്നു. ഞങ്ങളെ വിളിച്ചു കയറ്റി. അയ്യോ, സജിത ചേച്ചിയുടെ അങ്ങോട്ട് ചോദിക്കട്ടെ, സജിത ചേച്ചി എവിടെയാണ്? ഞാൻ കൊച്ചിയിലാണ്. ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതുമല്ലോ ആണോ ചേച്ചി? അതെ അതെ അതെ, എഴുത്ത് പരിപാടിയല്ല. ഓക്കെ ഓക്കെ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് പേടി. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും സജിച്ചെടുത്ത്. കനി പറഞ്ഞ കുറെ കാര്യങ്ങൾ സത്യമാണെന്ന് ഞാൻ എന്താ പറയാ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പറഞ്ഞാ പോരെ കനി? എന്റെ പൊന്നെ, കള്ളത്തരം ഒന്നും ദയവ് ചെയ്ത് പുറത്തേക്ക് വിടരുത്. ഞാൻ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞല്ലോ. അതെ അതെ. സജി ചേച്ചിയൊക്കെ എന്താ പറയാ, എനിക്ക് കുട്ടിക്കാലം മുതൽ ഉള്ള ചേച്ചിയാണ്. എന്റെ 4 വയസ്സ് മുതൽ സജി ചേച്ചി ചിലപ്പോ എന്നെ അറിയായിരിക്കും. 4 3, എനിക്ക് എന്റെ കോൺഷ്യസ്നെസ് സജി ചേച്ചി 4 വയസ്സ് മുതലുണ്ട്. പിന്നെ എന്താ, ഞങ്ങള് ചേച്ചിയുടെ ഒരു നാടകം കണ്ടിട്ടൊക്കെ ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ടൊരു നാടകം സജി ചേച്ചി ചെയ്തിരുന്നു. അതൊക്കെ അപ്പൊ ഞാൻ ചെറിയതായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് ഇങ്ങനെ ശരിക്കും അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് ഹായ് എന്നൊക്കെ ആദ്യം ആവുന്നത്. ഞാൻ സജിത ചേച്ചിയോടുള്ള അങ്ങോട്ടുള്ള കാര്യം പറഞ്ഞതാണ്. ഞാൻ പറയണം എന്ന് പറയിപ്പിച്ചതല്ല എന്ന് ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയാണ്. എന്റെ ദൈവമേ, നമുക്ക് ഇവിടെ നിർത്താം. അങ്ങനെ സംസാരിച്ചു നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. ഓക്കെ, താങ്ക് യു ഓക്കെടാ. താങ്ക് യു സജി ചേച്ചി. ഉമ്മ. ഓക്കെ, ധനഞ്ജയ്.
ധനഞ്ജയ് മ്യൂട്ടിലാണ്. ഹലോ കേൾക്കുന്നുണ്ട്. സ്പീക്കേഴ്സിൽ നിന്ന് മിസ്സായി പോയ ഒരാള് തിരിച്ചു വന്നിട്ടുണ്ട്. കണ്ണപ്പൻ. ഹലോ 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 കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ നമസ്കാരം. എൻ്റെ പേര് കണ്ണപ്പൻ എന്നാണ്. ഞാൻ ചേർത്തലയിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ അധികം സിനിമ കണ്ടിട്ടില്ല, ഈ ഒരു സിനിമ കണ്ടു. പക്ഷെ നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്നും നന്നായിട്ടൊക്കെ പോവുക. പിന്നെ ഇങ്ങനൊരു അവസരം, സംസാരിക്കുന്ന ഒരു അവസരം കിട്ടി ഈ കൂട്ടായ്മയുടെ ആദ്യം നന്ദി പറയുകയാണ് ഇതൊരുക്കിയവരോട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, കുഞ്ഞിലെ മുതൽ ഈ നാടകം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുഞ്ഞിലെ പോലെ കാര്യം ഞാനിപ്പോ ഒരു സർക്കാർ ജീവനക്കാരനാണ്. ഒരു സ്ഥാപനത്തിലെ ഒരു മാനേജറാണ്, അസിസ്റ്റന്റ് മാനേജറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞിലെ പോലെ നാടകം കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞ നാടകത്തിൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നിങ്ങളെ പോലുള്ള വലിയ പിന്നെ ആൾക്കാർ ഒക്കെ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു സാമൂഹിക പ്രവർത്തനം ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ എന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു ഉദ്യമം തുടരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഇനിഷ്യേറ്റീവുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അത് എത്രത്തോളം നല്ലതാണ് എന്ന് അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആയി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഓൾറെഡി നാടക് എന്ന് പറയുന്ന ഒരു സംഘടന അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന് ചിലപ്പോൾ ഭാഗമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും സഹായം പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. അതിനുള്ളൊരു കപ്പാസിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വീണ്ടും നെറ്റ് ഇഷ്യൂ കാരണം പോയെന്ന് തോന്നുന്നു. എന്താ കനി? ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സമയം കഴിഞ്ഞില്ലേ? അല്ല, സമയം 9:30 ആയി. അപ്പൊ ഇനിയും കുറച്ചു നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതോ എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ല ഞാൻ. എനിക്ക് മാത്രമേ കേൾക്കാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കേട്ടോ? ഞാൻ ഒന്നും കൂടെ പറയാം. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ ഞാൻ പറയുന്നത്? അല്ല, നേരത്തെ പറഞ്ഞ പോലെ 9:30 എന്നുള്ളൊരു സമയം പറഞ്ഞിരുന്നു. അപ്പൊ 9:30 ആയതുകൊണ്ട് ജസ്റ്റ് വന്നതാണ്. നമുക്ക് ഇനി കുറച്ചു നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം? എങ്ങനെയാണ് കനി പറഞ്ഞതനുസരിച്ച് ചെയ്യായിരുന്നു. ഇനി അതായത് ഇപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും ഭയങ്കര അത്യാവശ്യമായിട്ട് ചോദിക്കേണ്ട വല്ലതും ഉണ്ടോ? അതിപ്പോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അല്ലെ? ഒന്നും അറിയാൻ പറ്റത്തില്ല ആ കാര്യത്തില്. ചോദ്യങ്ങൾ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് കിട്ടില്ല. എന്നാലും ഇന്നൊരു 10-15 പേർക്ക് കൂടുതൽ ഓഡിയൻസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. അത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് കനി, താങ്ക് യു. കാരണം നമ്മുടെ മലയാളി കൂട്ടം എന്ന് പറഞ്ഞ ഒരു ക്ലബ് ഹൗസ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്ന് നമ്മളോടൊപ്പം 2 മണിക്കൂർ വളരെ രസകരമായിട്ട്, കാരണം ഈ 2 മണിക്കൂറും സാധാരണ രീതിയിൽ വേറെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഫോണൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഫുൾ ടൈം അത് കേട്ടിരിക്കാൻ ഒരു ഇതുണ്ടാക്കി തന്നു. അത് ആൻഡ് കനി എന്ന് പറഞ്ഞ പേഴ്സണോട് കുറച്ചും കൂടെ കൂടുതൽ എന്താ പറയാ, ഒരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ നമുക്ക് ഇപ്പൊ നമ്മളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു അവസരത്തിലും കൂടെ പറയണം എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. ആൻഡ് അതും പറയുകയാണ്. എന്തായാലും കനി, ഒരുപാട് സന്തോഷം. ഞാൻ ധനഞ്ജയിലേക്ക് പോവാണ്. ധനഞ്ജയ്. അപ്പൊ കനി, ഇത്ര നേരം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് മലയാളക്കൂട്ടത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒഫീഷ്യലി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ഔട്ട്രോ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ധനഞ്ജയ് ഇടയ്ക്ക് എങ്ങനെയാണ് കുറച്ച് ഒഫീഷ്യൽ ആവും പറഞ്ഞത്? ഇല്ല, എനിക്കിങ്ങനെ മലയാളി കൂട്ടത്തിന് എനിക്കിങ്ങനെ ഒരു അവസരം തന്നെ നന്ദി, ഇങ്ങനെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, എന്നാലൊരു നന്ദി. ഓക്കെ, ഞാൻ പറയാൻ വന്നത്, സോറി ജിതൻ പറയായിരുന്നു,
ഇടയ്ക്ക് ഫോൺ മാറ്റി വെച്ച് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ നേരം കേട്ടോണ്ടിരുന്ന കഴിഞ്ഞാൽ ആൾക്കാർക്ക് തലയ്ക്ക് ബോറടിച്ച് വട്ടായി പോകും. എന്തിനാണ് വെറുതെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് ക്ലബ് ഹൗസിന്റെ ഗുണം തന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഫോൺ മാറ്റി വെച്ചിട്ടും വേണമെങ്കിൽ കേൾക്കാൻ വേറെ കാര്യം ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ മുഴുവൻ സമയം ഇത് വെച്ചോട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കനി, അതിനകത്ത് എനിക്കൊരു കാര്യം അറിയാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച ഒരുപാട് സെഷൻസ് പങ്കെടുക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, നമ്മൾ ഹോസ്റ്റ് ചെയ്ത പല സെഷൻസിലും ഇടയ്ക്ക് ഫോൺ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ഞാനൊരു ട്രാവൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. 7:30 to 9:30 വരെ കൃത്യമായിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് അവിടെ അതിങ്ങനെ കേട്ടോണ്ട് തന്നെ ഇരിക്കുവായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കനി സംസാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇപ്പൊ നേരത്തെ വന്ന് ചോദ്യം ചോദിച്ചതിന്റെ അകത്ത് ഇപ്പൊ പരിചയമുള്ള കുറച്ച് പേരൊക്കെ നമുക്ക് അവരും ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരും എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഭയങ്കര രസമുണ്ട് കേട്ടിരിക്കാൻ എന്നുള്ളത്. അത് തന്നെയാണ് ആ ഒരു എന്താ പറയാ ആഹ്ലാദത്തിന്റെ എടുത്തു. എനിക്ക് ഈ ഒരു സെക്ഷനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു നമുക്ക്. സോ ഇപ്പം ഞാൻ ഈ മലയാളി കൂട്ടത്തിൽ വന്നിട്ടില്ല, മുമ്പ് കേട്ടിട്ടില്ല. ഞാൻ ആകെ ക്ലബ് ഹൗസ് മലയാളത്തിൽ വന്നേ പറഞ്ഞില്ലേ, ഒരു ബഷീറിന്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വായിക്കുന്ന ഒരു പേജ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ വായിക്കുന്ന ആ ഒരു ക്ലബ് ഹൗസിന്റെ ഒരു സ്ഥലത്ത് വന്നിരുന്നു ഞാൻ. അങ്ങനെ ചില ഇതിൽ മാത്രമാണ് ഞാൻ കയറിയിട്ടുള്ളത്. അപ്പം കുറച്ചും കൂടെ എനിക്കൊക്കെ കേൾക്കാൻ ഇഷ്ടം ചിലപ്പോ കുറച്ചും കൂടെ നമ്മൾ ഒരു സബ്ജക്റ്റിലേക്ക് ഒതുങ്ങി വന്ന് സംസാരിക്കുന്ന കേൾക്കാനായിരിക്കാം എനിക്കൊക്കെ കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഇന്ന് നിങ്ങൾ പറഞ്ഞു എന്റെ അടുത്ത് അങ്ങനെ നിങ്ങൾ ആലോചിച്ചെങ്കിലും പിന്നെ വിചാരിച്ചു അങ്ങനെ ഒരു കാര്യത്തിൽ ഒതുക്കണ്ട എന്ന്. അതിന്റെ ഒരു കാരണം നിങ്ങൾ പറഞ്ഞു, അത് ഓക്കെ. പക്ഷെ കേൾക്കാൻ ചിലപ്പോ എനിക്കൊക്കെ ഇഷ്ടം ഒരു കാര്യത്തിനോട് ചേർന്ന് നിന്ന് ആ കാര്യത്തിന്റെ ചുറ്റുപാട് പറഞ്ഞു പോകുന്നതായിരിക്കാം കുറച്ചുകൂടെ കേൾക്കുക. അല്ലെങ്കിൽ നമ്മള് പിന്നെ ചില ദിവസമൊക്കെ നമുക്ക് കലവിലാന്ന് മിണ്ടാനും ഇഷ്ടമായിരിക്കും. ഞാൻ അത് എപ്പോഴും അങ്ങനെ മിണ്ടാവും എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഇത് മലയാളിക്കൂട്ടത്തിന്റെ വേറെ ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ അല്ലാത്ത ദിവസം അങ്ങനെയും ആയിരിക്കും, ചില ദിവസം അങ്ങനെ ആയിരിക്കാം, അതെനിക്കറിയില്ല. അങ്ങനെ അല്ലാതെ എന്താ പറയാ, ആളുകൾ പരമാവധി ഓപ്പൺ ആയിട്ടും എല്ലാവർക്കും സംസാരിക്കാനും. ഇപ്പൊ തന്നെ എനിക്കറിയില്ല നമുക്ക് എത്രത്തോളം ഓപ്പണും സത്യസന്ധമായിട്ട് എപ്പോഴും മിണ്ടാൻ പറ്റും എന്ന് പറയുന്ന ബ്രൂട്ടലും ഹേർട്ട്ഫുൾ ആയിട്ട് മിണ്ടണം എന്നല്ല. സത്യസന്ധത എന്ന് പറഞ്ഞ ഉടനെ ഹേർട്ട് ചെയ്ത് മിണ്ടണമെന്നോ ഇൻസൾട്ട് ചെയ്യണമെന്നോ ബുള്ളി ചെയ്യണമെന്നോ അല്ല. പക്ഷെ നമുക്ക് ശരിക്കും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാനും അഭിപ്രായ വ്യത്യാസം ഒരു റെസ്പെക്റ്റോടുകൂടി പങ്കുവയ്ക്കാനും ഒക്കെ ഈ സ്പേസ് ഉപയോഗിക്കാൻ പറ്റിയ നല്ലതാണ്. അതിപ്പം ഈ മലയാളി കൂട്ടം മലയാളികളായിരിക്കുന്നോണ്ടുള്ള കുറെ കപടമായ കാര്യങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് തന്നെയൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, എല്ലാ സമൂഹത്തിലും ഉണ്ടാവാം. ഹിപ്പോക്രസി നമുക്കുള്ളത് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ പൊളിക്കാനും കുത്താനും സ്നേഹത്തോടെ കുത്താനും എന്നാ ചിരിക്കാനും ആ ഒരു രീതിയിൽ ഈ സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് നിങ്ങൾ അങ്ങനെ ഒരു ക്യൂറേഷൻ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ഒതുക്കം ഉള്ളൊരു സബ്ജക്റ്റ് ഓരോ ദിവസം ആണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം അങ്ങനെ അല്ല വെച്ചെന്ന് പറഞ്ഞു, എന്നാലും അങ്ങനെ ആണെങ്കിലാണ് എനിക്കൊക്കെ ഇഷ്ടം തോന്നുന്നു. ഞാൻ പറയാം. ഓക്കെ, അല്ലാതെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇനി ഇവിടെ വരാം, എന്നിട്ട് പറയാം എനിക്ക് ശരിക്കും തോന്നുന്ന എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ വന്ന് കേട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ആക്ച്വലി നമ്മളിവിടെ പല ടൈപ്പുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇൻഫോർടൈൻമെന്റ് എന്നുള്ള ഒരു കാറ്റഗറിയാണുള്ളത്. പ്ലസ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കോവിഡ് സിറ്റുവേഷൻസിൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ജോബ് സെഷൻസും, അതായത് ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനായിട്ട് ലൈക്ക് എംപ്ലോയേഴ്സിനൊക്കെ വന്നിട്ട് അവരുടെ വേക്കൻസീസ് ഒക്കെ ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു രീതിയിലും കൂടെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ മലയാളി കൂട്ടത്തിന്റെ സെഷൻസിൽ ഒരു ലിസണറായിട്ട് സ്പീക്കറായിട്ട് വരിക. ആൻഡ് സജഷൻസ് ക്രിറ്റിസിസംസ് എന്തായാലും ഓപ്പൺ ആയിട്ട് പറയുക. കാരണം എങ്കിലേ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ബേസിക് കാര്യം ഉണ്ടല്ലോ. അപ്പോ ഇനി ഒരുപാട് സന്തോഷം നമ്മളുമായിട്ട് ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിൽ. അപ്പോ ഒഫീഷ്യലി നമ്മുടെ ഭാഗത്തു നിന്ന് ഫോർമൽ ആയിട്ട് തന്നെ പറയാണ് ഒരു താങ്ക് യു. എന്തായാലും നമ്മൾ ഇനിയും വിളിക്കും. അപ്പോ ഓക്കെ, ഞാൻ ഈ ഒരു ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു സെഷൻ റൂം ഒന്ന് എൻഡ് ചെയ്യാനായിട്ട് ധനഞ്ജയ് അടുത്തൊന്ന് പറയുകയാണ്. ധനഞ്ജയ് ഓക്കെ? ഓക്കെ, അപ്പൊ നമ്മള് റൂം ഓക്കെ കനി ബൈ ബൈ. ഓക്കെ ഓക്കെ, എനിവേ റൂം എൻഡ് ചെയ്യാണ്. നമ്മുടെ പുറത്തേക്ക് നമ്മുടെ ഗെയിം സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ കാണാമെന്ന പ്രതീക്ഷ.